നമ്മുടെ ഈ മീറ്റിംഗിന്റെ അവസാന സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. और हम आपने इस 2 दिवसीय मीटिंग के समापन सत्र में आप पहुंचे हैं. ഒരേ കാര്യമാണ്, ഒരേ വാക്യത്തിൽ നിന്നാണ് നമ്മൾ ഇന്നലെ രാവിലെ മുതൽ ചിന്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. और एक ही बात का जिक्र यहाँ हो रहा है, एक ही वचन के द्वारा यहाँ पर मनादी की जा ആ रही है. ഭാഗത്തേക്ക് തന്നെയാണ് ഇന്നത്തെ ഈ അവസാന സെഷനിലും നോക്കുവാനായി താല്പര്യപ്പെടുന്നത്. और इस अंतिम सत्र में भी वचन के उसी हिस्से में आपको लेकर के जाना चाहता എന്നാൽ हूँ. മുഖവരയായിട്ട് ഒന്ന് രണ്ട് കാര്യം വചന ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്നു. लेकिन एक प्रस्तावना या एक भूमिका के तौर पर चंद बातें आपके समक्ष रख के फिर उस वचन की गहराई में हम ഞാൻ उतरेंगे. രാവിലെ ശുശ്രൂഷപ്പോൾ ഒരു കാര്യം ഞാൻ വായിച്ച ഒരു കാര്യം ഇവിടെ ഓർപ്പിച്ച് ഞാൻ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രീച്ചിങ് ഈസ് എ ഡേഞ്ചറസ് തിങ് എന്നാണ് ഒരാൾ എഴുതിയത്. और जैसा मैंने सुबह भी यहाँ पर लोगों के बीच में इस बात को रखा था, पुनः आज मैं इस बात को इस वक्त दोहरा रहा हूँ कि जो प्रचार करना है वो एक खतरनाक काम है. കാരണം പ്രസംഗിക്കുന്ന ആള് തെറ്റാ പറയുന്നതെങ്കിൽ ഈ ആള് എല്ലാവർക്കും വേണ്ടി കണക്ക് കൊടുക്കേണ്ടി വരും. क्योंकि यदि प्रचार करने वाला आदमी गलत कह रहा है तो ये जितने श्रोता हैं उन तमाम लोगों का लेखा या जिम्मेदारी उसके ऊपर में आ पड़ेगी. എന്നാൽ പ്രസംഗിക്കുന്നയാള് കറക്റ്റാ പ്രസംഗിക്കുന്നതെങ്കിൽ കേൾക്കുന്നവർ കണക്ക് കൊടുക്കേണ്ടി വരും. ഇതെല്ലാം കറക്റ്റ് കേട്ടിട്ട് അതുപോലെ ജീവിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്കും അത് ഡേഞ്ചറസ്. लेकिन इसके विपरीत यदि प्रचार करने वाले ने सही प्रचार किया तो जिम्मेदारी पूरी फिर सुनने वालों की हो जाएगी कि सुनने के बावजूद भी यदि आप उस मार्ग पर नहीं चले. അപ്പൊ 2 ദിവസം നിങ്ങളോടൊപ്പം ആയിരുന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഇതിന് കണക്ക് കൊടുക്കേണ്ടതാണ്. 2 ദിവസം എന്തോ പ്രസംഗിച്ചേ? कि 2 दिन जो मैं आपके बीच में रहा, क्या प्रचार किया, उसका भी लेखा मुझे परमेश्वर की हजूरी में देना होगा. എന്റെ ആഗ്രഹം കർത്താവിന്റെ സന്നിധിയിൽ ഒരിക്കൽ നിൽക്കുമ്പോൾ വചനത്തോടൊട്ടും കൂട്ടിയുമില്ല കുറച്ചുമില്ല, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളിക്കായി കർത്താവ് എന്നെ ഒരുക്കണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. और हमेशा जब परमेश्वर के वचन के साथ में मैं खड़ा होता हूँ, मेरे खुदा से मेरी यही एक इल्तिजा होती है, दुआ होती है कि इस वचन में ना तो मैं कुछ बढ़ा पाऊँ ना मैं कुछ घटा पाऊँ, लेकिन मैं ये चाहता हूँ कि मैं भी उस शीरीन वाणी को सुनूं कि हे अच्छे और विश्वास योग्य दास. നിങ്ങളുടെ പ്രാർത്ഥന കർത്താവേ ഈ വചനപ്രകാരം ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. और मैं यही चाहूँगा कि आपकी प्रार्थना ऐसी हो कि इस वचन को ना केवल सुनने वाले वरन उसको ग्रहण करके उसके अनुसार अपने कदमों को उस व्यवस्था पर चलाने वाले हम बनने पाएं. പിശാച് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ദൈവവചനത്തിന്റെ ശുശ്രൂഷയാണ്. शैतान सबसे ज्यादा यदि नफरत करता है तो परमेश्वर के वचन की सेवकाई से करता है. കാരണം വചന ശുശ്രൂഷയിൽ സത്യം കേൾക്കും. സത്യമാണ് നമ്മളെ സ്വതന്ത്രമാക്കുന്നത്. क्योंकि जब वचन की मनादी होती है तो सत्य का प्रचार किया जाता है और जो सत्य है वो हमें स्वतंत्र करता है. ഏറ്റവും വലിയ ബന്ധനം എന്ന് പറയുന്നത് രോഗത്തിന്റെ ബന്ധനമല്ല. सबसे बड़ा बंधन कोई बीमारी का बंधन नहीं है. ബിമാർ ഇരിക്കുമ്പോൾ തന്നെ ആത്മാവിൽ സ്വാതന്ത്ര്യമുള്ളവനായി സന്തോഷത്തോടെ ഇരിക്കാം. भले शरीर में आप बीमार हो लेकिन आत्मा में आप आजादी के साथ उसकी हजूरी में बैठ सकते हैं. ഏറ്റവും വലിയ ബന്ധനം ആത്മീകമായി ബന്ധിക്കപ്പെട്ടതാണ്. सबसे बड़ा जो बंधन होता है वो आत्मिक रूप से बंधन होता है. സത്യം കാണാതെ വണ്ണം കണ്ണ് മറഞ്ഞുപോയി. ആര്? വിശ്വാസിയുടെ കണ്ണ് മറഞ്ഞുപോയി. അതാണ് ഏറ്റവും വലിയ ബന്ധം. और सबसे बड़ा बंधन वो है कि उस सत्य को ना पहचानने की हमारे अंदर में इच्छा है, क्योंकि हमारे ऊपर एक ऐसा चश्मा चढ़ा है जिसे हमें दिखाई नहीं देता. ये विश्वासियों की बात है. ഇതിനു വേണ്ടി പിശാച് ഉപയോഗിക്കുന്ന കുറച്ച് വാക്യങ്ങളുണ്ട്. അതിൽ 3 എണ്ണം ഞാൻ കാണിച്ചിട്ട് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. और इसके बताने के लिए भी शैतान ने 3 वचनों का जिक्र किया है, उसका भी आपके सामने रख करके आगे हम ഈ जाएंगे. 3 വാക്യങ്ങൾ നിങ്ങൾ എടുക്കണ്ട, കേട്ടാ മതി. നിങ്ങൾക്കെല്ലാം പരിചയമുള്ള 3 വാക്യങ്ങളാണ്. और ये तीनों वचन आप निकालिएगा मत, केवल सुनिएगा, क्योंकि आप सब परिचित हैं इस वचन से. വചന ശുശ്രൂഷയെ കുറിച്ച് സാധാരണ ഒരു വ്യക്തി ചിന്തിക്കുന്നത് അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. और ये वचन की सेवकाई करने वालों को ये क्रमशः पता है कि जो शब्द होता है वो मारता है वरन आत्मा झिलाती है. എന്തുവാ അക്ഷരം കൊല്ലുക എന്ന് പറഞ്ഞാൽ?
और शब्द मारता है, इसका मतलब क्या है? ഇത് വിശ്വാസികൾ മാത്രമല്ല, ചില പാസ്റ്റേഴ്സ് തന്നെ പറയുന്ന ഇതാണ്. और ये केवल विश्वासी लोग ही नहीं, वरन कुछ पास्टर्स लोग के साथ में भी ऐसा है। നമുക്ക് വചനമല്ല വേണ്ടിയത്, നമുക്ക് ആത്മശക്തിയാ വേണ്ടിയത്. हमें वचन नहीं, लेकिन आत्मा की सामर्थ्य चाहिए। അത് 2 പ്രാവശ്യം പറഞ്ഞ ആൾക്കാരെ കൈയടിപ്പിക്കും. और वो कह करके उन जबरदस्ती लोगों से तालियां बजवाते हैं। അവർ അക്ഷരത്തിൽ വചനമായിട്ട് അക്ഷരത്തെ കണ്ടിരിക്കുന്നത്. और उन्होंने उन शब्दों को वचन के तौर पर ले लिया। ഈ വാക്യം കാണുന്നത് 2 കൊരിന്ത്യർ 3-ന്റെ 6-ാമത്തെ വാക്യത്തിലാണ്. और ये दूसरा कोरिन्थियों की पत्री उसका 3रा अध्याय और उसके 6वीं आयत के अंदर में हम ये पाते हैं। അവിടെ പറഞ്ഞിരിക്കുന്ന അക്ഷരവും വചന ശുശ്രൂഷയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. और वहां पर जो शब्द लिखा है, वचन की सेवकाई है, आपस में इन दोनों का कोई मेल जोल नहीं है। അവിടെ പറഞ്ഞിരിക്കുന്ന ഈ അക്ഷരം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ള ജീവിതത്തെ കുറിച്ചാ പറയുന്നത്. കയ്യിൽ കിട്ടിയ ന്യായപ്രമാണം ഈ അക്ഷരം കൊല്ലുന്നു, ജീവിപ്പാൻ ശക്തി ഇല്ലാതാക്കുന്നു, ആത്മാവ് ഉള്ളിൽ പരിവർത്തിക്കുമ്പോൾ യേശുവിനെ പോലെ ജീവിക്കാൻ സഹായിക്കുന്നു. അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. और उस वचन का शाब्दिक अर्थ यह है कि वो जो शब्द है जो हमें मारता, अर्थात उस न्याय सिंहासन के सामने लेकर के जाता, लेकिन जो अंदर से वचन कार्य करता है वो हमें झिला उठाता है और वो परमेश्वर की हजूरी में हमें रखता है। നമ്മൾ വചന ശുശ്രൂഷയിലല്ല അസ്വസ്ഥതപ്പെടേണ്ടത്, വചനം കേൾക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ അസ്വസ്ഥതപ്പെടേണ്ടത്. और जब वचन की मनादी होती है तब हमें ऐसा परेशान होने की जरूरत नहीं है, वरन जब वचन की मनादी होती है तब हमें उस वचन के सुनने से उत्साह होना चाहिए। എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, പെന്തക്കോസ്റ്റൽ സമൂഹത്തിൽ നല്ല ശതമാനം ശുശ്രൂഷകർ ഉൾപ്പെടെ ചിന്തിക്കുന്നത് വചനമല്ല വേണ്ടിയത്, ആത്മശക്തിയാ വേണ്ടിയെന്നാണ്. और हमें इस बात के लिए कहने के लिए कोई गुरेज नहीं है कि अधिकांश लोग ये समझते हैं कि वचन की ज्यादा जरूरत नहीं है, लेकिन आत्मा के सामर्थ्य की ज्यादा आवश्यकता है। വാസ്തവത്തിൽ നമ്മൾ പഠിച്ചാൽ ആത്മാവ് വന്നിരിക്കുന്നത് വചനം ശുശ്രൂഷിക്കാനുള്ള ശക്തിക്ക് വേണ്ടിയാണ്. लेकिन हकीकत में यदि उसकी गहराई में उतर के देखें तो आत्मा इसलिए आया ताकि उस वचन की गहराई का ज्ञान हमें वो दे पाए। പെന്തക്കോസ്ത് ദിവസം പത്രോസ് ആത്മനിറവിൽ വചനം വേണ്ട എന്നല്ല പറഞ്ഞത്, വചനമാണ് സംസാരിച്ചത് പത്രോസ്. और पेंतिकोस्त के दिन में जब परमेश्वर की आत्मा का सामर्थ उतरा तो पतरस ने वचन से मना ही नहीं किया, वरन वचन की गहराई में उतर के आत्मा की सामर्थ लेने की एक बात कही। ആത്മപൂർണനായ യേശുവിന്റെ ഒന്നാമത്തെ പ്രസംഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് യേശു സംസാരിച്ചത് ഇരുന്നുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിശയിച്ചു. और आत्मा से परिपूर्ण होकर के आए हुए यीशु मसीह के उस सुसमाचार के प्रचार का जिक्र हम लोग यहां पर कर रहे हैं। और पहला प्रचार यीशु मसीह ने बैठ करके किया बोले तो हम लोग आश्चर्य विस्मित हो जाएंगे। നമ്മുടെ തലമുറ ശൈലിയിലാണ് ആത്മനിറവ് അളക്കുന്നത്. ശൈലി. और हमारी जो पीढ़ियां हैं वो उन शैलियों के आधार पर आत्मिक स्तर का आंकलन या मूल्यांकन करती है। പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത് പ്രീച്ച് സൗണ്ട് ഡോക്ട്രിൻ എന്നാ. പലരും ചിന്തിക്കുന്നത് സൗണ്ട് എന്ന് പറഞ്ഞാൽ സൗണ്ട് ശബ്ദം കേട്ടുക എന്നാ. और कुछ लोग ऐसा कहते हैं कि साउंड का मतलब शब्द होता है, സൗണ്ട് എന്ന് പറഞ്ഞാൽ ഹെൽതി ഡോക്ട്രിൻ എന്നാ. और साउंड का मतलब होता है कि वो एक स्वस्थ व्यवस्था। ഞാനിത് പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങളിൽ ചിലർ തന്നെ മനസ്സിൽ ചിലർക്ക് കാണാൻ സാധ്യതയുണ്ട്, വചനമൊക്കെ എത്ര കേട്ടാലും വചനം ഒന്നും ചെയ്യത്തില്ല, നമുക്കൊരു ശക്തി വേണം. ഏത് ശക്തിയുടെ കാര്യമാണ് പറയുന്നത്? വചനം കേൾക്കാതെ ഒരു ശക്തി എന്തിന്റെ ശക്തിയാണ്? और कई बार हम लोग इसी उस गुरेज में रहते हैं कि केवल वचन सुनने से कुछ नहीं होता, आत्मा की सामर्थ चाहिए। लेकिन जब तक वचन की सामर्थ नहीं जाएगी तो आपके अंदर में असलियत में आत्मिक सामर्थ आएगी कहां से? മറ്റു ചിലര് വചന ശുശ്രൂഷയെ കൊണ്ട് ചിന്തിച്ചിരിക്കുന്ന വേറൊരു കാര്യമുണ്ട്, ജ്ഞാനത്തിന്റെ വശീകരണ വാക്ക്. और कुछ लोग इस तरीके से सोचते हैं कि जो बुद्धि का वशीकरण की जो बात है वो उस वचन के द्वारा होता है। വചനം ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് ഇത് ജ്ഞാനത്തിന്റെ വാക്കാണ്, നമുക്ക് ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകൊണ്ടല്ല പൗലോസ് കൊരിന്തിൽ വന്നതെന്നാ പറയുന്നത്. और फिर भी कुछ लोगों के मन में यही बात है कि जो वचन की मनादी है, कुछ लोग सोचते हैं वो उन बुद्धि की बात है, लेकिन पौलुस इस तरह का जिक्र नहीं करते हैं। 2 വാക്യം കൂടെ വായിച്ച് താഴോട്ട് വായിച്ചാൽ അതിന്റെ ഉത്തരം കിട്ടും, ജ്ഞാനം വേണോ വചന ശുശ്രൂഷ വേണോ എന്നുള്ളതിന്. और 2 और वचन उसके पढ़ेंगे नीचे तो हमें समझ में आता है कि वचन की जरूरत है या नहीं है। 1 കൊരിന്ത്യർ 2-ന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. പൗലോസ് ജ്ഞാനം വചനത്തിലൂടെ സംസാരിച്ചിരുന്നു. തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. പിന്നെ എന്തുവാ ജ്ഞാനത്തിന്റെ വശീകരണ വാക്ക്? ആ വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ലോകത്തിന്റെ ജ്ഞാനമല്ല. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ പണക്കാരനാകാമെന്നല്ല, എങ്ങനെ
സക്സസ്ഫുൾ ബിസിനസ്മാൻ ആകാമെന്നല്ല. ആ വശീകരണ വാക്കുകൊണ്ടല്ല ഞാൻ വന്നത്, മറിച്ച് ഉയരത്തിലെ ജ്ഞാനം കൊണ്ട് വചനത്താൽ വന്നു എന്നാണ് പൗലോസ് പറയുന്നത്. और जिस तरीके से पहला कोरिन्थियों की पत्री उसके दूसरे अध्याय की 6वीं आयत के अंदर में लिखा है कि फिर भी सिद्ध लोगों में हम ज्ञान सुनाते हैं, परंतु इस संसार का और इस संसार के नाश होने वाले हाकिमों का ज्ञान नहीं, परंतु वह परमेश्वर का गुप्त ज्ञान भेद की रीति पर बताते हैं. യേശു പറഞ്ഞത് എത്ര പ്രധാനമുള്ള കാര്യമാണ്. നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികയാൽ തെറ്റിപ്പോകുന്നു. और प्रभु यीशु मसीह ने कितनी गहरी बात कही है कि जब तक आप उस वचन की गहराई और आत्मा की सामर्थ्य से आप अनजान रहोगे, आप पथभ्रष्ट ही रहोगे. ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്, വചനം പേഴ്സണലായിട്ട് പഠിക്കുവാൻ, വചനം കേൾക്കുവാനായി ഒരു പുതിയ കൊതി, ഒരു വലിയ ആഗ്രഹം മനസ്സിലുണ്ടാകണം. और मैं ये कहना चाहूंगा कि हमारे अंदर में एक नई जिज्ञासा जागृत हो वचन को पढ़ने की और उसको मनन करने की एक नई चेष्टा हमारे अंदर में उत्पन्न होने पाए. ലാസ്റ്റ് സെഷൻ ആയതുകൊണ്ട് മൂന്നാമത്തെ വാക്യം കൂടെ വായിക്കാതെ പോകുന്നില്ല. അല്ലെങ്കിൽ പോകുന്ന വഴി എന്റെ മനസ്സിൽ വരികയോ, അത് മൂന്നാമത്തെ വായിച്ചില്ലല്ലോ, രണ്ടെണ്ണേ വായിച്ചുള്ളല്ലോ, ഒന്ന് അക്ഷരം കൊല്ലുന്നു എന്നുള്ളതായിരുന്നു, രണ്ടാമത് അറിവ് ചീർപ്പിക്കുന്നു. ഇപ്പൊ നമ്മൾ 2:6 കണ്ടത് ജ്ഞാനം വേണ്ട, വചനം വേണ്ട, മൂന്നാമത് ആൾക്കാർ ചിന്തിക്കുന്നത് അറിവ് ചീർപ്പിക്കുന്നു. ഈ വചന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അറിവിന്റെ ശുശ്രൂഷയാണെന്നാണ്. और ये जो वचन की सेवकाई जो है वो उस ज्ञान की बातों के बारे में बतलाता है. ये तीसरी बात ये मैं ना बताऊं तो मेरे लिए ठीक नहीं होगा, इसलिए उस बात को भी कह करके मैं जाऊंगा आगे. ഈ വാക്യം വരുന്നത് 1 കൊരിന്ത്യർ 8:1 നിന്നാണ്. അറിവ് ചീർപ്പിക്കുന്നു എന്നുള്ളത് വചന ശുശ്രൂഷയെ അറിവായിട്ട് പിശാച് പലരുടെയും അധരങ്ങളിൽ, ശുശ്രൂഷകന്മാരുടെ അധരങ്ങളിൽ കൊടുത്തിരിക്കുകയാണ്. അറിവല്ല വേണ്ടിയത്, വചനമല്ല വേണ്ടിയത്. और ये केवल ज्ञान की बात नहीं है, क्योंकि ज्ञान जो है वो घमंड उत्पन्न करता है, इसलिए इससे ज्यादा जरूरी है कि हम उस वचन की गहराई के अंदर में उतरें. ആ വാക്യവും വചന ശുശ്രൂഷയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് 8:1 വായിച്ചു നോക്കിയാൽ മതി. और 8:1 को यदि आप अच्छे से पढ़ के समझेंगे तो समझ में आएगा कि इन दोनों के बीच में कोई तुलना नहीं है. അത് വിഗ്രഹാർപ്പിതങ്ങളെ കുറിച്ചുള്ള അറിവിന്റെ കാര്യമാണ് പൗലോസ് പറയുന്നത്. और वहां पर बलि की हुई वस्तुओं के जो विषय में है वहां पर पौलुस जिक्र करते हैं. അറിവ് കൊല്ലുന്നു, അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹം വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്ന വചന ശുശ്രൂഷയെ കുറിച്ചല്ല, അത് വിഗ്രഹാർപ്പിതങ്ങളെ കുറിച്ചുള്ള അറിവ്. ചിലർക്ക് സ്നേഹം ഇല്ലാതാക്കി, അവർ ടെമ്പിളിൽ പോയി കഴിക്കാൻ തുടങ്ങി, സ്നേഹമില്ലാതെ പെരുമാറി, മറ്റുള്ളവർക്ക് ഇടർച്ചയായി മാറി. അതിനെക്കുറിച്ചുള്ള വാക്യമാണ്. और वहां पर ज्ञान घमंड उत्पन्न करता है, परंतु प्रेम से उन्नति होती है. वो कोई वचन की बात नहीं है, लेकिन वो इस बात का जिक्र करते हैं कि वो अपने ज्ञान के ऊपर में ज्यादा घमंड कर रहे हैं. उसकी वजह यह है कि उस मार्ग से भटक करके जो नहीं करना है वहां जाकर के इस बलि वस्तु को वो खाते हैं, उसका इस्तेमाल कर रहे हैं. उसका जिक्र वहां किया ഞാൻ गया. ഇത്രയും നേരം പറയാൻ ഉദ്ദേശിച്ച ഒറ്റ കാര്യമാണ്. और इतनी देर से मैं केवल एक ही बात कहना चाह रहा हूं. വചന ശുശ്രൂഷ എന്ന് പറയുന്നത് അറിവിന്റെ ശുശ്രൂഷയല്ല. और ये वचन की सेवकाई कोई ज्ञान की सेवकाई नहीं है. വചനം എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ വശീകരണ വാക്കിന്റെ ശുശ്രൂഷയല്ല. और ये कोई ज्ञान से वशीकरण करने वाली सेवकाई नहीं है. വചനം എന്ന് പറയുന്നത് നമ്മളെ കൊല്ലുന്നതല്ല. और वचन जो है वो हमारी हत्या नहीं करता, വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. लेकिन वचन हमारा शुद्धिकरण करता है. വചനം നമ്മളെ ജീവിപ്പിക്കുന്നതാണ്. और ये वचन हमें पुनर्जीवित करता है. വചനം നമ്മളെ കഴുകുന്നതാണ്. और ये वचन हमें धोता है. ഒരു കണ്ണാടി പോലെ നമ്മളെ കണ്ടു ഉണരുന്നതാണ് ദൈവവചനത്തിന്റെ ശുശ്രൂഷ. और जिस तरीके से एक आईने के सामने देख करके हम उठते हैं, ठीक वही वचन का भी कार्य होता ഒരാൾ है. വചനം വേണ്ട എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ശബ്ദമാണത്. और यदि एक व्यक्ति कहता है कि वचन की आवश्यकता नहीं है, तो ये सुनिश्चित मान लीजिए वो शैतान की आवाज है. വചനമല്ല ആത്മാവ വേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഹോളി സ്പിരിറ്റ് അല്ല, ഡീമോണിക് സ്പിരിറ്റ് ആണ്. और यदि कोई कहता है कि वचन की जरूरत नहीं है, आत्मा की सामर्थ चाहिए, तो ये निश्चित है कि वो शैतान की तरफ से इस संदेश को दे रहा है. ഹോളി സ്പിരിറ്റ് ആണെങ്കിൽ ഹോളി ബൈബിളിൽ നമ്മളെ കൊണ്ടുവന്നിരിക്കും. और यदि पवित्र आत्मा चाहिए, उसका सामर्थ्य चाहिए, तो ये पवित्र बाइबल आपको ला करके देगा. സത്യത്തിന്റെ ആത്മാവ നമ്മളിൽ വന്നതെങ്കിൽ സത്യവേദ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്നിരിക്കും. यदि हमारे अंदर में वो सत्य का आत्मा आया हुआ है, तो ये सत्य पवित्र शास्त्र की ओर आपको लेकर के जाएगा. നമ്മുടെ കൈകളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാമോ? हम अपने हाथों को उठा करके क्या प्रभु को महिमा दे എന്തിനെന്ന് सकते हैं? ചോദിച്ചാൽ മനുഷ്യൻ പറഞ്ഞ കഥപുസ്തകത്തിന്റെ അടുക്കൽ അല്ല നമ്മൾ ഇന്ന് രാത്രി വന്നിരിക്കുന്നത്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായ ദൈവത്തിന്റെ വചനമാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. उसके पीछे वजह यह है कि किसी इंसान के द्वारा रचित कहानी के
के सामने नहीं, वरन जीवित परमेश्वर का जो सुसमाचार है उस वचन के आगे हम लोग आए हुए हैं। മത്തായിയുടെ സുവിശേഷം 5:13-14 വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. मत्ती रचित सुसमाचार उसका 5वां अध्याय और उसके 13 और 14वें वचन से हम लोग मनन कर रहे थे। നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. और तुम पृथ्वी के नमक हो और तुम जगत की ज्योति हो. ഈ വാക്യവും ഇവിടത്തെ കൺവെൻഷനും ഇവിടെ ഇരിക്കുന്നവരും തമ്മിലുള്ള ബന്ധം എന്തുവാണ് പറയാം. इस वचन में और यहाँ पर जो बैठे हुए लोग हैं और इस कन्वेंशन का क्या तारतम्य है या क्या उनका मेल है. ഈ മധ്യപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം, ये मध्य प्रदेश जो राज्य है 785 പീപ്പിൾ ഗ്രൂപ്പുകൾ ഉള്ള ഒരു സംസ്ഥാനമാണിത്. एक ऐसा प्रदेश है जहां पर 785 तरह के समूह के लोग रहते हैं. അതിൽ 47 പീപ്പിൾ ഗ്രൂപ്പിലെ സുവിശേഷത്തിന്റെ സ്വാധീനം ചെന്നിട്ടുള്ളൂ. और उसमें से केवल 47 समूह तक ही परमेश्वर के इस सुसमाचार की प्रतियां पहुंची हुई हैं. മധ്യപ്രദേശിലെ 738 പീപ്പിൾ ഗ്രൂപ്പിൽ സുവിശേഷത്തിന് ഇമ്പാക്ട് ഇല്ല. अभी भी 738 समूह ऐसे हैं जिनमें सुसमाचार का खा भी नहीं पहुंचा है. ഇവിടെ വന്നിരിക്കുന്ന നമ്മളെ നോക്കി ദൈവത്തിന് പറയാനുള്ളത്, നിങ്ങൾ ഈ ഭൂമിയുടെ, ഈ മധ്യപ്രദേശിന്റെ ഉപ്പാണ്, ഈ ലോകത്തിന്റെ വെളിച്ചമാണ് നിങ്ങൾ. और यही बात परमेश्वर इस वचन के माध्यम से मुझसे और आपसे ये कहता है कि आप इस मध्य प्रदेश के नमक हैं और इस जगत की ज्योति भी हैं. നമ്മൾ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കും ഈ സംസ്ഥാനത്തിൽ വന്നത്, അല്ലെങ്കിൽ വിവാഹം കൊണ്ടായിരിക്കും വന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടായിരിക്കും വന്നത്. പക്ഷേ ഈ സംസ്ഥാനത്തിൽ യേശുവിന്റെ ഉപ്പാകാനായി നിങ്ങളെ ഓർഡൈൻ ചെയ്ത് ദൈവം ഇവിടെ ആക്കി വെച്ചതാണ്. हो सकता है कि हम किसी ना किसी परिस्थितिवश या कारण से इस मध्य प्रदेश में आए होंगे, लेकिन जब आप यहाँ पर आ गए हैं, स्थापित हो गए हैं, तो ये बात निश्चित है कि आपको प्रभु यीशु मसीह ने नमक बना करके यहाँ पर स्थापित किया है, आपका अभिषेक किया ताकि आप इस्तेमाल किए जाएं. മധ്യപ്രദേശിൽ 223 ഭാഷകൾ സംസാരിക്കുന്ന സംസ്ഥാനമാണ്. मध्य प्रदेश एक ऐसा राज्य है जहां पर 223 तरह की बोलियां बोली जाती हैं. നമ്മൾ വായിച്ച ഈ വാക്യം മത്തായിയുടെ സുവിശേഷം 5:13-14 വാക്യം 219 ലാംഗ്വേജിൽ ഇതുവരെ പരിഭാഷപ്പെടുത്തിയിട്ടില്ല. और जो बात हमने मत्ती 5, 13 और 14 में से अभी पढ़ी है, वो बात 219 भाषा वाले या बोली वालों तक पहुंची ही नहीं है. ഈ കൺവെൻഷന്റെ റിസൾട്ട് ഒന്നായിരിക്കണം, സുവിശേഷീകരണത്തിന് ഒരു പുതിയ നിയോഗം പ്രാപിച്ച് ഇന്ന് രാത്രി നമ്മൾ ഇതിനകത്തുനിന്ന് വെളിയിൽ പോകണം. और इस कन्वेंशन का निचोड़ या सार ये होना चाहिए कि हम लोग वहां पर पहुंचे जहां पर इस सुसमाचार की आवश्यकता है. एक निर्णय हो हमारे अंदर में ऐसा. എന്നെ വെളിച്ചമാക്കണമേ, എന്നെ ഉപ്പാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ പടി ഇറങ്ങുന്നുവെങ്കിൽ ഈ 2 ദിവസത്തെ കൺവെൻഷൻ സക്സസ്ഫുൾ കൺവെൻഷൻ ആയിരുന്നു. और यदि आप इस प्रार्थना के साथ इन सीढ़ियों से बाहर उतरते हैं कि मुझे नमक बनाइए, मुझे ज्योति बनाइए, तो इस 2 दिनी इस सम्मेलन का कोई निचोड़ निकल के आएगा. 13ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന് പറയുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. और यहाँ पर 13वीं आयत के अंदर में यदि उसने कहा है कि तुम पृथ्वी के नमक हो, तो इसके पीछे भी एक पृष्ठभूमि है. എന്താ പശ്ചാത്തലമെന്ന് എല്ലാരും ബൈബിളും തുറന്നു നോക്കണം. और उसकी पृष्ठभूमि क्या है वो आप सब अपनी बाइबल को खोल करके देखिएगा. സാധാരണ ഉപ്പെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ടേസ്റ്റ് കൂട്ടുന്ന, പ്രിസർവ് ചെയ്യുന്ന ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. और जब नमक का जिक्र होता है तो हमारे मन में 2 ही ख्याल आते हैं कि एक तो स्वाद के लिए और दूसरा कोई चीज खराब ना हो, एक प्रिजर्वेटिव के तौर पर हमें नमक ख्याल आता है. യേശുവിന്റെ ശിഷ്യൻ, ഹൂ ഈസ് ദ ഡിസൈപ്പിൾ ഓഫ് ജീസസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയും, Oh, I am like salt. I should add flavor to people's lives. ഇനി എൻ്റെ കൃപയോടുള്ള സംസാരം, എൻ്റെ കൃപയോടുള്ള പെരുമാറ്റം ഒരു സ്വാദ് ഉണ്ടാക്കണം സൊസൈറ്റിയിൽ എന്ന് നമ്മൾ പറയും. और यीशु का चेला कौन है बोले तो हम उचक के उत्तेजना में बोल सकते हैं कि मैं हूं, क्योंकि नमक बनाया है. नमक का काम ये है कि हम उस स्वाद को बढ़ाएं, क्योंकि स्वाद बढ़ाने का काम ही नमक का होता है. क्या वो भूमिका हम निभा सकते हैं? അല്ലേ നമ്മൾ പറയും കറപ്ഷൻ ഒക്കെ ഒത്തിരി കൂടി വരുക, യേശുവിന്റെ ചേല, യേശുവിന്റെ
ശിഷ്യൻ ഒരു പ്രിസർവിംഗ് ഏജന്റ് ആയിട്ട് ദൈവം ആക്കി വെച്ചിരിക്കുക. या हम कह सकते हैं कि भ्रष्टाचार बहुत ज्यादा बढ़ गया है, इसलिए उसको संरक्षित करने के लिए एक यीशु का चेला जो है वो नमक के रूप में इस्तेमाल होना ഈ चाहिए. രണ്ടെണ്ണവും ഇമ്പോർട്ടന്റ്, ഈ രണ്ടെണ്ണവും നമുക്ക് ആകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ശോധന ചെയ്യേണ്ടതാണ്. और ये दोनों महत्वपूर्ण बातें हैं, क्या हम इन दोनों में कहीं ना कहीं फिट हुए हैं या नहीं, ये हमें सोचने की बात है. എന്നാൽ മൂന്നാമത്തെ ഒരു പ്രധാന കാര്യം നമ്മൾ രാവിലെ മുതൽ ചിന്തിച്ചു വരികയാണ്. लेकिन तीसरी महत्वपूर्ण बात जो हम सुबह से सोच रहे हैं उसका जिक्र मैं करना चाहूंगा. അത് പല വാക്യങ്ങളിൽ നമ്മൾ കണ്ടുവന്നു. രാവിലെ വരാത്തവർ ഉള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ച് വേഗത്തിൽ പറയാൻ താല്പര്യപ്പെടുകയാണ്. और सुबह मैंने इसका ब्यौरा दिया था, कुछ लोग जो नहीं आए उनके लिए दोहराना मैं चाहूंगा कुछ बातों को. പുറപ്പാട് 30:35, 2 രാജാക്കന്മാർ 2:19 മുതൽ യെഹെസ്കേൽ 16:4 ഉപ്പിന് മൂന്നാമത്തെ ഒരു ഉപയോഗമുണ്ട്. അത് പ്യൂരിഫൈ ചെയ്യുന്ന, ശുദ്ധീകരിക്കുന്ന ഒരു ഏജന്റാണ്. और बाइबल के अंदर से कुछ वचन जो यहाँ पर कहे गए हैं उसमें से नमक का जो कार्य है वो निर्गमन की किताब 30वां अध्याय उसका 35वां वचन, दूसरा राजा की किताब उसका दूसरा अध्याय 19वां वचन, और यहेजकेल नबी की किताब 16वां अध्याय और 4था वचन उस नमक की तीसरी भूमिका के बारे में जिक्र करता है. ഒരു മുറിവിന്റെ മണ്ടയിലോട്ട് ഉപ്പ് വെക്കുക എന്ന് പറയുന്നത് അത് നല്ല ഇതായിട്ടുള്ള കാര്യമല്ല. एक घाव के ऊपर में या चोट के ऊपर में नमक डालना बोले तो कोई अच्छी बात नहीं है, അത് നീറും പോഹയും. क्योंकि वो जलन करता है. യേശുവിന്റെ ശിഷ്യൻ ആരാ? और यीशु मसीह के चेले कौन हैं? ഞാൻ ആരോടും വഴക്കിന് പോകുന്നില്ല. ഞാൻ എല്ലാരോടും സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുന്നു. അയ്യോ പൂർണ്ണമായില്ല യേശുവിന്റെ വിളി. और मैं किसी से लड़ने नहीं जाता, कोई फसाद के लिए नहीं जाता. मैं और मेरा परिवार तो हम यहोवा की सेवा में रहने वाले लोग हैं, हम इस तरह से जीने वाले व्यक्ति हैं. ഞങ്ങൾ ഒത്തിരി യേശുവിന് വേണ്ടി കഷ്ടപ്പെട്ടതാ. ഇന്ന് ഞങ്ങൾ ഒരു സെറ്റിലായി, ഞങ്ങൾ വീടും വെച്ച് വണ്ടിയും വാങ്ങിച്ചു. അയ്യോ കർത്താവേ സ്തോത്രം. അയ്യോ പൂർണ്ണമായില്ല. और हमने प्रभु यीशु मसीह के लिए बहुत सताव संकट वगैरह सहन किया है. अब बड़ी मुश्किल से मकान भी बना लिया, गाड़ी भी ले लिया, अब संपूर्ण अभी भी खत्म नहीं हुआ है. യേശു എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നു, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ കർത്താവേ, പൂർണ്ണമായില്ല. और मेरे इस संकट और विषम परिस्थिति में भी प्रभु ने अब तक मुझे यहाँ तक लेकर के आया, और मैं और मेरा परिवार परमेश्वर के द्वारा आशीष तू अभी भी नहीं हुआ पूरा. നമ്മളെ രക്ഷിച്ചത് പണം തരാനല്ല. हमें उद्धार इसलिए नहीं दिया ताकि നമ്മളെ हमें धन दौलत दे, രക്ഷിച്ചത് ആരോഗ്യമുള്ളവരായി ഇതുവഴി നടത്താൻ വേണ്ടി മാത്രമല്ല. और हमें उद्धार इसलिए नहीं दिया कि हम अपनी बॉडी दिखा करके यहाँ उस शहर के अंदर में घूमे. അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞിടയിൽ ഇന്ത്യയിൽ ഒരു വലിയ കല്യാണം നടന്നു. और अगर ऐसा होता तो पिछले दिनों में भारत में एक बड़ा विवाह हुआ. എത്ര കോടിയാ മുടക്കിയതറിയോ? कितने करोड़ खर्च हुए मालूम है आपको? 5000 കോടി. 5000 करोड़ रुपया उस शादी में खर्च हुआ. ആ വ്യക്തിയുടെ എത്ര ശതമാനം ഇൻകം പോയെന്നറിയാമോ? 5000 കോടിയിൽ. और उस 5000 करोड़ खर्चा करने में उस व्यक्ति का कितना हिस्सा गया कमाई का मालूम है? Less than 2%. और वो 2% से भी कम है. നമ്മുടെ കല്യാണത്തിന് നമ്മൾ എന്തോ ചിന്തിക്കുന്നത്? हम अपने विवाह कार्यक्रम में क्या सोचते हैं? ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ നമ്മൾ 4 പുഷ്പചക്രവും വെച്ച് ആരുടെയും ഒരു വാടക BMW വന്നിറങ്ങി കൊയറും എല്ലാം കയറുമ്പോൾ നമുക്ക് വന്ന് കർത്താവേ അയ്യോ ഇതിനായിരുന്നല്ലോ എന്നെ രക്ഷിച്ചത്. और जब हम लोग वहां पर कोई उधार के उस BMW में वहां पर 2 गुलदस्तों के साथ में जब आते हैं कि मुझे यहां तक लेकर के आए परमेश्वर आपका धन्यवाद, और वो सब गीत और मधुर ध्वनियां सुनते हमको लगता प्रभु से बोलते हैं कि हाँ प्रभु तूने शायद इसीलिए उद्धार दे करके यहां तक लेकर के आया. എന്തുവാ ബന്ധനം? ये बंधन क्या है? ഇതാ ബന്ധനം. यही बंधन है. നമ്മൾ ചിന്തിക്കുന്നത് ഈ നമുക്ക് കണ്ണി കാണുന്ന എല്ലാമാണ് യേശു എന്നെ സ്നേഹിക്കുന്ന കർത്താവേ ഇതിനൊന്നും എനിക്ക് അർഹതയില്ല. और हमको जो ऐसा लगता है कि हम अपनी आंखों से जो इन हरियालियों को देख पाते हैं, आशीषों को देख पाते हैं, वही परमेश्वर की आशीष है, लेकिन ये सत्य नहीं है मेरे प्रियो. നമ്മൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ കല്യാണത്തിന് പൊടിക്കും. और हम कुछ लोगों को दिखावा करने के लिए, दिखाने के लिए लाखों रुपया खर्चा करते हैं. ചിലര് കടമെടുത്തും പൊടിക്കും. कुछ लोग उधार या कर्जा लेकर के खर्चा करते കാരണം हैं. എന്തിനാണെന്നറിയോ? ദൈവനാമം മഹത്വപ്പെടട്ടെ. वो क्यों? उनकी सोच ये है कि परमेश्वर के नाम को महिमा मिले इससे. ദൈവനാമം മഹത്വപ്പെടുവല്ല അത്. यहाँ परमेश्वर के नाम को महिमा नहीं मिल रही है. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ദൈവത്തെക്കാട്ടിൽ ശക്തിയുള്ള ദൈവമാണ് ഇത്. और अगर ऐसा है तो हमारे परमेश्वर से भी ज्यादा ताकतवर उनका परमेश्वर है. 5000 കോടി മുടക്കി കല്യാണം നടത്തിയ ആടെ ദൈവമാണ്, എന്നാൽ ശക്തിയുള്ള ദൈവം. अगर ऐसा है तो 5000 करोड़ रुपया जिसने उस विवाह कार्यक्रम में खर्च किया तो शायद उसका ईश्वर ज्यादा मजबूत है. എന്തിനാ ഈ ഹോളിൽ ഇന്ന് കുറെ പേര് ഇരുന്ന് യേശുവേ യേശുവേ അങ്ങ് പരമരാജാവാണ്, അന്ന് രാജാതിരെ
എന്തിനാ ഇത് പറയുന്നത്? और उस हॉल के अंदर में बैठ करके क्यों हम इस यीशु के नाम को इस तरह से पुकारते हैं? എനിക്ക് കുറച്ച് പൈസ തന്നുകൊണ്ട് മാത്രമല്ല, केवल इसलिए नहीं कि मुझे उसने कुछ धन दौलत दिया, എന്റെ ആത്മാവിനെ ദൈവം രക്ഷിച്ചു. लेकिन उसने मेरी आत्मा को बचा लिया. പാപിയായ എന്നെ അവന്റെ നിർദോഷമായ നിഷ്കളങ്കമായ രക്തത്താൽ കഴുകി നരകത്തിൽ പോകേണ്ട എന്നെ നിത്യജീവന്റെ ഓഹരിക്കാരനായി മാറ്റിയ സുവിശേഷത്തിന്റെ ശക്തിയെ വില കുറച്ച് കാണില്ല ആരും. जब मैं पापी था तब उसने अपने निर्दोष लहू के द्वारा मुझे खरीद करके उस उद्धार के क्रम में ला करके खड़ा किया था कि मैं भी उस उद्धार की श्रेणी में आ जाऊं. ये सच्चाई है, ये हकीकत है मेरे प्रियो. ഈ 5000 കോടി മുടക്കിയാടെ വീട്ടിൽ എത്ര വണ്ടി ഉണ്ടെന്നറിയോ? और जिसने 5000 करोड़ रुपया खर्चा किया उसके घर में कितने वाहन या गाड़ियां होंगी मालूम है? 150 കാർ. 350 कारें हैं. നമ്മുടെ വീട്ടിൽ എത്ര ഉണ്ട്? हमारे घर में कितने हैं? എനിക്കറിയാം ഇത് അസ്വസ്ഥതപ്പെടുത്തുന്ന സത്യങ്ങളാണ്. मुझे मालूम है परेशान हो रहे होंगे आप ये सुन करके. 3 വണ്ടി 5 വണ്ടി അത്രയല്ലേ ഉള്ളോ? ज्यादा से ज्यादा 3 या 5 होंगी. ഈ വണ്ടികൾ എന്തുവാ? और ये कौन सी गाड़ियां हैं? ചിലത് സെക്കൻഡ് ഹാൻഡാ. उसमें से भी कुछ सेकंड हैंड होंगी. ഇതിലെന്തുവാ കസ്റ്റമൈസ്? നമ്മുടെ വീട്ടിൽ വന്ന് BMW കാരോ മെഴ്സിഡീസ് ബെൻസുകാരോ ചോദിച്ചോ നിങ്ങൾക്ക് ഏത് ഇന്റീരിയറാ വേണ്ടത്, ഏത് കളറാ വേണ്ടത്? നമ്മുടെ വീട്ടിലൊന്നും ആരും വരുത്തില്ല. हमारे घर में कोई शोरूम वाला आके नहीं पूछता आपकी कार में कौन सा इंटीरियर चाहिए, क्या कलर चाहिए. ഈ 350 കാറിലെ ഭൂരിഭാഗം കാറും കസ്റ്റമൈസ്ഡ് കാറുകളാണെന്ന്. और ये 350 जो कार हैं उनमें से अधिकांश कारें कस्टमाइज्ड कार हैं. അവരുടെ വീട്ടിൽ വന്ന് കമ്പനിക്കാർ ചോദിക്കുമെന്ന് എന്ത് വേണം, ബ്രൗൺ വേണോ ബീജ് വേണോ? ഇതാണ് ഈ ലോകത്തിന്റെ മനുഷ്യൻ. और उन कंपनी वाले आकर के उनसे घर में पूछते हैं कि आपको कौन सा कलर चाहिए, क्या इंटीरियर चाहिए. ये दुनिया की हकीकत है. നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. हम धोखा ना खाए मेरे अजीजों. ജോലിയല്ല യേശുവിന് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. नौकरी मेरे यीशु के द्वारा दिया जाने वाला सबसे बड़ा आशीष नहीं है. നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ കാര്യം പൈസ അല്ല. और आपके जीवन में सबसे महत्वपूर्ण आपको लगता आशीष पैसा है, वो नहीं യേശുവിന് है. ഒരു ആഗ്രഹമുണ്ട് നമ്മളെ കുറിച്ച്. लेकिन मेरे यीशु के जहन में मेरे और आपके लिए एक बड़ी इच्छा है. പൈസ ഉണ്ടേലും ഇല്ലേലും, भले ही पैसा हो या ना हो, വിദ്യാഭ്യാസം ഉണ്ടേലും ഇല്ലേലും, आप में शिक्षा हो या ना हो, സ്വന്തമായ വീടുണ്ടെങ്കിലും റെന്റ് വീട്ടിലാണെങ്കിലും, आपका निजी मकान हो या आप किराए के मकान में हो, നിന്നെ ലോകത്തിന്റെ വെളിച്ചവും ഭൂമിയുടെ ഉപ്പുമാക്കണം. लेकिन वो चाहता है कि वो तुझे जगत की ज्योति बनाए और इस पृथ्वी का वो तुझे नमक बनाए. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നവരുടെ മേൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ ഒരു സാന്നിധ്യം ദൈവമായി. इस कार्य के लिए समर्पित करने वालों के ऊपर में पवित्र आत्मा का एक गाढ़ा अभिषेक उतरेगा मेरे अजीजों. ആ അഭിഷേകം എന്തിനാണെന്ന് അറിയാമോ? ഉപ്പായി തീരാനാ, പ്യൂരിഫൈയിങ് ഉപ്പായി തീരാനാ. और वो अभिषेक क्यों दिया जाएगा? ताकि हम वो नमक ठहरे. और कौन सा नमक? जो शुद्धिकरण करता है वो नमक हम बने. യഥാർത്ഥമായി ഉപ്പായി മാറിയാൽ എന്തോ സംഭവിക്കുമെന്ന് അറിയാം. यदि वास्तविक नमक के रूप में तब्दील हो जाएंगे तो क्या होगा मालूम है? നമ്മുടെ ആത്മീയ ഗോളം എത്രയും മാറി എന്നുള്ളത് ഞാൻ ഈ പറയുമ്പോ കേട്ടോണേ. और हमारा आत्मिक जो संसार है वो कितना बदल गया है, मैं जब आपको कहूंगा तो आप समझिएगा. നമ്മുടെ സാക്ഷ്യങ്ങളിൽ കൂടുതലും ഒന്നുമില്ലാത്ത ഞാൻ ഇത്രേ ആയെന്നല്ലേ. हमारी गवाहियां अधिकांश यही रहती है कि जब मैं कुछ भी नहीं था वहां से इतना तक प्रभु लेकर के आया. നഷ്ടപ്പെടുത്തിയതിന്റെ സാക്ഷ്യം നമ്മൾ എത്ര പേര് കേട്ടിട്ടുണ്ട്? और नुकसान किए हुए गवाहियों का जिक्र आप में से कितने लोगों ने सुना है? എനിക്ക് ഇങ്ങനെ ആകാമായിരുന്നു, പക്ഷെ യേശു നിമിത്തം ഞാൻ ഇങ്ങനെ ആയി. എത്ര പേര് കേട്ടിട്ടുണ്ട്? मैं ऐसा हो सकता था लेकिन यीशु मसीह की वजह से मैं ऐसा हो रह गया. ഉപ്പാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ പശ്ചാത്തലം എന്താണെന്നറിയോ? नमक का जिक्र यदि आता है तो उसकी पृष्ठभूमि क्या है मालूम है आपको? 12ാമത്തെ വാക്യത്തിൽ 13ലാണ് നിങ്ങൾ ഉപ്പാകണമെന്ന് പറയുന്നത്. 12ാമത്തെ വാക്യത്തിൽ പറയുന്നത് rejoice and be glad because great is your reward in heaven for in the same way they persecuted the prophets who were before you. और उस बात का जिक्र 12वें वचन में वहां लिखा हुआ है कि तब आनंदित और मगन होना क्योंकि तुम्हारे लिए स्वर्ग में बड़ा फल है, इसलिए कि उन्होंने उन भविष्यवक्ताओं को जो तुमसे पहले थे इसी रीति से सताया था. ഉപ്പിനെ താരതമ്യം ചെയ്തിരിക്കുന്നത് പ്രോഫറ്റ്സുമായിട്ടാണ്. नमक की तुलना भविष्यवक्ता या नबी के साथ की गई है. ഉപ്പ് പെയിൻഫുൾ കാര്യങ്ങളാ പറയാൻ പോകുന്നത്. नमक जो है ऐसी बातों को रखता है जिससे
दर्द महसूस होता है। ഉപ്പ് സത്യമാ പറയാൻ പോകുന്നത്. नमक जो है वो सच बात का जिक्र करता है। True prophets always proclaim the oracles of God without any fear or looking at people's face. और जो सच्चा नबी होगा या भविष्यवक्ता होगा वो परमेश्वर के द्वारा हासिल बातों का जिक्र चेहरा देख करके जस का तस सत्य रूप में वो भविष्यवाणी പക്ഷേ करेगा। അവരുടെ വചനങ്ങൾ പ്യൂരിഫൈ കഴുകുന്നതായിരുന്നു, മുറിവിനെ വെച്ച് കെട്ടുന്നതല്ലായിരുന്നു, കഴുകി ശുദ്ധീകരിക്കുന്നതായിരുന്നു. और उनकी जो जिम्मेदारी थी वो उनको उस घाव को धो करके उनको शुद्ध करने की जिम्मेदारी दी गई थी। ഇതുപോലെ നമ്മളിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്നത് ഉപ്പാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾ പ്രവചന ശബ്ദങ്ങളാകണം. और हम में से यदि वो चाहता है कि हम लोग नमक बने तो उसका मतलब यह है कि हमारे मुंह से निकलने वाले लफ्ज जो है, शब्द जो है, वो भविष्यवाणी के शब्द बन जाएं। ഞാൻ പ്രവചന ശബ്ദം എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരാൻ സാധ്യതയുള്ള ഒരാൾ അന്യഭാഷ പറഞ്ഞിട്ട് മകനെ എന്ന് വിളിച്ച് നമുക്ക് കിട്ടാൻ പോകുന്ന എന്തിനെ കുറിച്ചെല്ലാം പറയുന്ന കാര്യമാണ് നമ്മുടെ മനസ്സിൽ വരാൻ സാധ്യത. और अमूमन यही होगा कि अगर इस बात का जिक्र हो तो हमारे मन में यही आएगा कि जब वो भविष्यवक्ता होगा पहले थोड़ा अन्य भाषा बोलेगा और उसके बाद में मेरे बेटे या बेटी करके संबोधित करेगा, वो हमारा ख्याल है। ഞാൻ എത്തിഹാദ് കാണുന്നു, ഞാൻ കുവൈറ്റ് എയർവേസ് കാണുന്നു, ഇത് പറയാൻ അതാണ് സാധ്യത. और उम्मीद यही है कि इस तरह की बात हम सोच रहे हैं कि हम एतिहाद देख रहे हैं या कुवैत एयरवेज देख रहे हैं, इस तरह की बातों का जिक्र है। ഇത് ബിബ്ലിക്കൽ പ്രൊഫസിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. लेकिन इसका बाइबल की भविष्यवाणी के साथ कोई मेलजोल नहीं है, ഒരിടത്ത് പോലും ഇല്ല ഇത്. कहीं पर भी नहीं है। ഒരു വ്യക്തിപരമായ ഒരാളോട് ആ വ്യക്തിയുടെ സക്സസിനെ കുറിച്ച് പറയുന്ന അല്ല പ്രോഫസിയുടെ ഉദ്ദേശം. भविष्यवाणी का सच वो नहीं है किसी व्यक्ति की सफलता का जिक्र करना। പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരാൾ ഒരു വ്യക്തിയോട് പറയുന്നത് നിനക്കൊരു വിദേശയാത്ര ഞാൻ കരുതിയിട്ടുണ്ട്? നെവർ നെവർ. आपने नए नियम में कहीं पर भी किसी भी भविष्यवक्ता के द्वारा कोई बात ऐसी लिखी कि तुम्हारी विदेश की यात्रा होने वाली है? कभी नहीं, कहीं नहीं है। അല്ലെ ആരെ കല്യാണം കഴിക്കണം പ്രവചകം പറയാണ് ഇന്നത് വേണം, ഇതല്ല പ്രവചനത്തിന്റെ ലക്ഷ്യം. या किसके साथ शादी करना है, ये सब नहीं है भविष्यवाणी। പിന്നെ പ്രവചനം എന്തുവാ? अगर ऐसा है तो फिर भविष्यवाणी है क्या? രണ്ട് കാര്യങ്ങളുണ്ട്, സ്പീക്കിംഗ് ഫോർത്ത് ആൻഡ് ഫോർ ടെല്ലിംഗ്. രണ്ട് കാര്യങ്ങളുണ്ട് പ്രൊഫസിയിൽ. और भविष्यवाणी के बारे में यह है कि जो बात है वो जो परमेश्वर से द्वारा मिलती वो जस का तस भविष्यवाणी की जाए। ഫോർ ടെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം, ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യം ദൈവം സംസാരിക്കും പ്രൊഫസിയിലൂടെ. और भविष्यवाणी के द्वारा आने वाली जो घटना है, जो परमेश्वर के स्वर्ग राज से संबंधित बातों का जिक्र है, वो भविष्यवाणी में आता അതെന്നെ है। പണക്കൊതി കൂട്ടാനല്ല, और वो तेरे अंदर में उस लालच को बढ़ाने के लिए नहीं है। അതെന്റെ കുഞ്ഞുങ്ങൾ ഏത് രാജ്യത്തിൽ പോയി പഠിക്കുമെന്നും അതെങ്ങനെ ദൈവരാജ്യത്തിന് മഹത്വമാവും, അത് സ്വന്തം മഹത്വമല്ലേ വരുന്നത്, അതിനുള്ളതല്ല ഫോർ ടെല്ലിംഗ്. और इस तरह की बातें भविष्यवाणी के रूप में कहना कि तेरे बच्चे फलाने विदेशी देश में जाकर के पढ़ेंगे, वो नहीं है भविष्यवाणी। ദൈവം കരുതി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടത്തിലുള്ള പദ്ധതി നിന്നെ വേറൊരു പട്ടണത്തിൽ കൊണ്ടുപോയി ദൈവരാജ്യത്തിന് വേണ്ടി നിന്നെ ഉപയോഗിക്കും. യെസ്, there is prophecy like that, there is foretelling. और भविष्यवाणी हकीकत में यह है कि परमेश्वर तुझे यहां से निकाल करके एक दूसरे शहर में, दूसरे राज्य में लेकर के जाएगा ताकि वहां पर तेरा इस्तेमाल परमेश्वर के स्वर्ग राज की बढ़ोतरी के लिए करने पाए। यह एक भविष्यवाणी है। പ്രോഫറ്റ്സ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ കയ്യിലെ ഒരു ആയുധമാണ്. और ये जो नबी होते हैं, भविष्यवक्ता होते हैं, वो परमेश्वर के हाथों में एक हथियार के तौर पर होते हैं। എന്നാൽ ഫോർടെല്ലിംഗ് അല്ല കൂടുതലായി ബൈബിളിൽ നമ്മൾ കാണുന്നത്. और हम लोग ये जो फोरटेलिंग वाली भविष्यवाणी है वो अधिकांश हम बाइबल के अंदर में नहीं पाते हैं। പ്രോഫറ്റ്സ് എന്ന് പറയുന്നത് ഫോർത്ത് ടെല്ലിംഗ് നടത്തുന്ന, മുമ്പിൽ ഇരിക്കുന്നവരോട് അവരുടെ കറണ്ട് സിറ്റുവേഷനെ കുറിച്ച് ഫോർത്ത് ടെല്ലിംഗ് വിളിച്ചു പറയുന്നവരാണ് ബിബ്ലിക്കൽ പ്രോഫറ്റ്. लेकिन बाइबल के अंदर से जो नबूवत करते हैं वो सामने बैठे हुए लोगों की उस वर्तमान हालात या परिस्थिति का जिक्र करते हैं, ब्यौरा देते हैं। അവർ പോകുന്ന ദിശ തെറ്റാണെന്ന് പ്രവാചകന് ദൈവം മനസ്സിലാക്കി കൊടുത്ത് യു ഹാവ് ടു ടേൺ യുവർ വേ അതർവൈസ് ഗോഡ് വിൽ പണിഷ് യു എന്ന് പറയുന്നതാണ് യഥാർത്ഥ ബിബ്ലിക്കൽ പ്രോഫറ്റ്. और परमेश्वर के पवित्र शास्त्र बाइबल के अंदर से जो सही भविष्यवाणी वो ये है कि वर्तमान में उस व्यक्ति को जो जिस मार्ग से गुजर रहा है, यदि वो गलत है उसको आगाह करिए कि तू गलत मार्ग से जा रहा है, वहां से तुझे वापस मुड़ना है और सही दिशा में उस मार्ग में चलना है। वही भविष्यवाणी ഈ है। ബൈബിളിൽ ഏറ്റവും വെറി
വെറുക്കപ്പെട്ട കൂട്ടമാണ് prophets. और इस बाइबल के अंदर सबसे ज्यादा नफरत पाए हुए लोगों का समूह है भविष्यद्वक्ताओं का समूह। ഒരു പ്രോഫറ്റിന് പോലും പൂച്ചെണ്ടും വാഹനം ഗിഫ്റ്റും ഒന്നും കിട്ടിയില്ല. किसी भी भविष्यद्वक्ता को कोई गुलदस्ता हो या गिफ्ट हो गाड़ी हो कभी नहीं मिला। കാരണം ഫോർത്ത് ടെല്ലിംഗ് എന്ന് പറഞ്ഞാൽ കുറവിനെ വെളിക്കൊണ്ടുവരുന്നതാണ്. क्योंकि वो जो कहता है वो आपके जीवन की खामियों को आपकी गलतियों को वो वहां पे रखता है। അവർക്ക് കിട്ടിയത് പെർസിക്യൂഷൻ ആണ്. और उनको एवज में क्या मिला? सताव मिला। ജെറമ്യായ്ക്ക് കിട്ടിയത് പെർസിക്യൂഷൻ ആണ്. यिर्मयाह को क्या मिला? सताव मिला। യെഹെസ്കേലിന് കിട്ടിയത് പെർസിക്യൂഷൻ ആണ്. यहेस्केल को भी सताव ही मिला। ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ തല പോയി ദൂത് പറഞ്ഞപ്പോ और भविष्यवाणी करने की वजह से यूहन्ना बपतिस्मा देने वाले का सर कलम कर दिया गया। ഇന്ന് ദൈവം നമ്മളെ ഇന്ന് രാത്രി വിളിക്കുന്നത് can you be a prophet in this generation? क्या परमेश्वर ये आपसे सवाल करना चाहता है कि इस पीढ़ी में क्या एक नबी या भविष्यद्वक्ता बनने के लिए तैयार है? ഞാൻ സംസ്കാരത്തിനോട് സംസ്ഥാനത്തിനോട് നെയ്ബേഴ്സിനോട് സഹവിശ്വാസികളോട് സത്യം പറയാൻ പോകുക. അത് നിമിത്തം എന്ത് പ്രതിസന്ധി വന്നാലും I am not going to shrink away. I am going to stand for the truth എന്ന് പറയുന്നവരെ ദൈവം ഭോപ്പാലിൽ അന്വേഷിക്കുന്നു. चाहे वो परिवार के अंदर में हो, चाहे समाज के अंदर में हो, कलीसिया के अंदर में हो, नगर के अंदर में हो, मैं जो परमेश्वर की भविष्यवाणी सत्य वचन के तौर पर कहने जा रहा हूं, चाहे उसका खामियाजा मुझे कुछ भी क्यों ना भुगतना पड़े, क्या ऐसा निर्णय लेने के लिए, क्या इस प्रारूप में आने के लिए आप तैयार हैं? പിശാച് നമ്മളെ വലിയൊരു കള്ളം പഠിപ്പിച്ചിട്ടുണ്ട്. വലിയൊരു കള്ളം. शैतान ने एक बहुत बड़ा झूठ हमें सिखा रखा है। എന്തോന്നറിയാമോ? പിശാച് നമ്മളെ പഠിപ്പിച്ചൊരു കള്ളം शैतान ने जो एक झूठ हमें दे रखा है, सिखा रखा, मालूम है? നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഞാനൊരു നോർമൽ വിശ്വാസിയാണ്. हमारे मन में एक बात को उसने बैठा रखा कि मैं तो एक साधारण सा विश्वासी हूं। ഇത് പാസ്റ്ററാ, ये पास्टर हैं, ഇത് പ്രവാചകനാ. ये भविष्यद्वक्ता हैं। ഞാൻ ആരാ? मैं कौन हूं? ഒരു സാധാരണ വിശ്വാസി. मैं एक सादा सा विश्वासी हूं। അപ്പൊ ആരാ സുവിശേഷം പറയാൻ പോകുന്നേ? अब ये सुसमाचार कौन कहेगा? അത് ഞങ്ങളുടെ പാസ്റ്റർ പൊക്കോളൂ. हमारे पास्टर साहब जाएंगे। ആരാ പ്രവചന ശബ്ദം? और ये भविष्यवाणी की आवाज कौन है? അത് പ്രോഫറ്റ് ഉണ്ട്. और उसके लिए नबी है। പക്ഷെ ഇതൊരു വലിയ ലൈയാ. लेकिन ये सबसे बड़ा झूठ है। എവ്രി ബിലീവർ ഈസ് എ മിഷണറി. हर एक विश्वासी एक मिशनरी है, ബിക്കോസ് എവ്രി അൺബിലീവർ ഈസ് എ മിഷൻ ഫീൽഡ്. क्योंकि हर एक विश्वासी उस मिशन जमीन पर है। ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? और जो मैं कह रहा हूं आप समझिए, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ശ്രദ്ധിച്ചു കേട്ടോണം. और बड़े ध्यान से इस बात को समझिए। എവ്രി ബിലീവർ ഈസ് എ മിഷണറി. हर विश्वासी एक मिशनरी है, കാരണം എല്ലാ അവിശ്വാസികളും മിഷൻ ഫീൽഡാണ്. क्योंकि सबका जो मिशन फील्ड वो अविश्वासियों का है। നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ മിഷണറിയാണ് നിങ്ങൾ. आप जिस अस्पताल में नौकरी करते हैं वहां पर आप मिशनरी हैं। നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്കൂളിലെ ദൈവം അപ്പോയിന്റ് ചെയ്ത മിഷണറിയാണ് നിങ്ങൾ. और जिन स्कूलों में आप नौकरी करते हैं वहां पर परमेश्वर ने आपको एक मिशनरी के तौर पे रखा നിങ്ങൾ है। ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ അവിടുത്തെ മിഷണറിയാണ് നിങ്ങൾ. यदि आप किसी होटल के कर्मचारी हैं वहां आप एक मिशनरी हैं। അവിടെ സത്യം സംസാരിക്കണം. वहां पर सच कहिए, യേശുവിന്റെ സത്യം സംസാരിക്കണം. यीशु मसीह के सच को कहिए। അപ്പൊ എന്തോ പറ്റും? അവിടെ 7-ാം അധ്യായം 12-ൽ കണ്ടതുപോലെ എല്ലാരും പെർസിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. और जैसे 7वें अध्याय के 12वें वचन के अंदर में हमने देखा कि लोग सताए जाएंगे। പ്രൊമോഷൻ തരുവോ? അപ്പം तब क्या आपकी उन्नति होगी? സത്യം പറഞ്ഞ പ്രൊമോഷൻ തരുവോ? अगर सच कहेंगे तो क्या उन्नति मिलेगी? പ്രൊമോഷൻ തരത്തില്ല. प्रमोशन मिलना मुश्किल है। അപ്പം നമ്മുടെ സാക്ഷ്യം എന്തായി മാറുമെന്നറിയാം? तब हमारी गवाही कैसे बदलेगी मालूम? കഴിഞ്ഞ ആഴ്ച സത്യം പറയാൻ കർത്താവ് സഹായിച്ചു. पिछले सप्ताह सच बोलने में परमेश्वर ने मदद किया, കർത്താവിന്റെ ഉപ്പാകാൻ എന്നെ സഹായിച്ചു. कि प्रभु के लिए नमक बनने के लिए प्रभु ने सहायता किया। എനിക്ക് കിട്ടേണ്ട പ്രൊമോഷൻ കിട്ടിയില്ല. लेकिन मुझे जो प्रमोशन मिलना चाहिए था वो नहीं मिला। എല്ലാരും അതിന് സ്തോത്രം പറയും. और सब उसके पीछे सब धन्यवाद की शब्द भी कहेंगे। ഇങ്ങനെ ഒരു ആത്മീയത നമ്മൾ കണ്ടിട്ടുണ്ടോ? हमने इस तरह की आत्मीयता देखी है क्या? നമ്മൾ കണ്ട ആത്മീയത ഞാൻ പറയാം എന്തോന്ന്. और हमने जो देखा मैं आपको बताऊं എന്റെ പ്രൊമോഷൻ തടഞ്ഞു വെച്ചിരിക്കുന്നു. कि मेरी जो उन्नति या प्रमोशन है उसे रोक के रखा गया। എന്റെ മേളിൽ ഒരു സൂപ്പർവൈസർ ഉണ്ട്, അവൻ എന്നെ ഇഷ്ടമല്ല.
मेरे ऊपर एक सुपरवाइजर है जो मुझे पसंद नहीं करता। അപ്പൊ ആരെങ്കിലും ഒരു പാട്ടൂടെ പാടും, എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ഛിന്ന ഭിന്നമായി പോകും എന്റെ ദൈവത്താൽ. और उतने में ही एक व्यक्ति उठ के गीत गा देगा कि मुझे नफरत करने वाला या मुझे तितर बितर करने वाला शत्रु जो है वो मेरे परमेश्वर के द्वारा जय हम प्राप्त करेंगे। ഞാൻ മുമ്പേ പറഞ്ഞ പ്രോഫറ്റും വന്ന് പറയും, നിനക്കെതിരെ നിന്റെ ജോലി സ്ഥലത്ത് പ്രമോഷൻ തടയുന്ന ഒരു ശക്തി. और जैसा मैंने पहले एक भविष्यवक्ता के बारे में बताया, वो उसी समय इस तरह की बात कहेंगे कि तेरे कार्य क्षेत्र में जहां तू नौकरी कर रहा है एक बड़ा अवरोध वहां पर है। പാസ്റ്റർ, ആൾക്കാർ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അറിയാം ഈ കാലത്ത്? और इस वर्तमान समय में क्या क्या कारगुजारियां करते मालूम है आपको? പ്രാർത്ഥിച്ച് 5 രൂപ തൊട്ട് എറിയുക. और प्रार्थना करके 5 रुपए का सिक्का फेंकते हैं। എല്ലാ ഇടവും വല്ലതും CCTV വല്ലതും ഉണ്ടോ? ആള് വന്നിട്ടില്ല, സൂപ്പർവൈസർ വന്നിട്ടില്ല, ആ കസാരയിൽ കിടക്കും, യേശുവിൻ നാമത്തിൽ ട്രാൻസ്ഫർ ആവട്ടെ. और इधर उधर देखते हैं, कोई देख तो नहीं रहा, और वहां बोलते हैं कि यीशु मसीह के नाम से वहां पर वो कार्य होने पाए। ഇതെന്തോ ശിഷ്യനാണിത്? ये किस तरह का चेला है? ഇത് ഈ ബൈബിളിന്റെ ശിഷ്യനല്ല. ये बाइबल का चेला नहीं है। ബൈബിളിന്റെ ശിഷ്യൻ സന്തോഷിക്കും when he is persecuted. और बाइबल का जो चेला होगा जब वो सताया जाएगा तो वो आनंद मनाएगा। എപ്പോഴാ നമ്മൾ ഉപ്പാകുന്നേ? हम नमक कब ठहरेंगे? നമ്മൾ പെർസിക്യൂട്ടഡ് ആകുമ്പോ, സന്തോഷിക്കുമ്പോ, സത്യം പറഞ്ഞതിന് കിട്ടേണ്ടത് കിട്ടാതിരിക്കുമ്പോ അതിൽ സന്തോഷിക്കുന്നവരാണ് യഥാർത്ഥ ഉപ്പ്. और हकीकत में नमक वो होगा जब सताव मिलेगा तब आनंदित होगा, जब विषम परिस्थितियों में भी वो हर्ष और उल्लास के साथ में रहेगा तब वो सच्चे मन से वो एक नमक ठहरेगा। പറയുമ്പം എടുക്കാൻ ബുദ്ധിമുട്ട് കാണും, പക്ഷെ അടുത്ത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. और अब जो मैं कहूंगा शायद आपको उसको हजम करने में मुश्किल हो, लेकिन कहना भी पड़ेगा। നമ്മളെ എതിർക്കുന്ന ഒരു വ്യക്തി ഉണ്ടെന്ന് വെക്കുക, നമ്മുടെ ജോലി സ്ഥലത്തോ നമ്മുടെ അയൽവക്കത്തോ നമ്മളെ എതിർക്കുന്ന ഒരു വ്യക്തിയുണ്ട്. हमारे पड़ोस में हो या कार्य क्षेत्र में हो सकता है कि हमारा हमेशा विरोध करने वाला एक व्यक्ति होगा। അവനെതിരെ പ്രാർത്ഥിച്ച് അവന്റെ തകർച്ച കാണാൻ ഒരല്പമെങ്കിലും ആഗ്രഹം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ അകത്ത് ഡീമോണിക് സ്പിരിറ്റ് ആണ്, ഹോളി സ്പിരിറ്റ് അല്ല. और यदि हम उस व्यक्ति के नाश होने की या उस व्यक्ति के बर्बाद होने की चेष्टा यदि लेश मात्र भी हम करते हैं तो हमारे अंदर में अच्छी आत्मा नहीं वरन अशुद्ध आत्मा का वास है। 5:43 വായിച്ചാൽ മതി, ഇതെല്ലാം യേശുവിന്റെ പ്രസംഗത്തിലുണ്ട്. और 5:43 वचन को आप पढ़िएगा, ये सब यीशु के द्वारा कही गई बातें हैं। You have heard that it was said, love your neighbor and hate your enemy. तुम सुन चुके हो कि कहा गया था अपने पड़ोसी से प्रेम रखना और अपने बैरी से बैर। നിങ്ങൾക്കറിയാമോ ഈ പഴയ നിയമത്തിൽ എവിടെയെങ്കിലും ഹേറ്റ് യുവർ എനിമി എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? कहीं पर भी आप बता सकते हैं कि प्रभु ने कहा हो कि आप अपने दुश्मनों से घृणा करिए? ഒറ്റയിടത്തും പറഞ്ഞിട്ടില്ല. कहीं पर भी नहीं कहा। ലവ് യുവർ നെയ്ബർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. हमेशा कहा अपने पड़ोसी से प्रेम रखिए। ഹേറ്റ് യുവർ എനിമി എന്ന് പറഞ്ഞിട്ടില്ല. कहीं पर भी उस दुश्मन से नफरत करने की बात नहीं कही। പിന്നെ ഇത് എവിടുന്ന് വന്നു? യു ഹാവ് ഹേർഡ്, മോശ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ലവ് യുവർ നെയ്ബർ ഹേറ്റ് യുവർ എനിമി. എവിടുന്ന് വന്നു? फिर ये कहां से आया? मूसा के द्वारा वहां कहा गया था ये सारी बातें, ये कैसी आई? അന്നത്തെ യഹൂദന്മാരും പരീശന്മാരും ആഡ് ചെയ്തതാ ബൈബിളിൽ ഹേറ്റ് യുവർ എനിമി. और ये यहूदी लोगों ने, फरीसी लोगों ने ये जबरदस्ती जोड़ा है कि आप उन बैरियों से बैर करो। യേശു പറയാ, നിങ്ങൾ എന്റെ ഉപ്പാ. लेकिन यीशु कहता है कि तुम तो मेरे नमक हो। എങ്ങനെ ഉപ്പാകാം? कैसे वो नमक बनेंगे? അടുത്ത വാക്യത്തിൽ പറയാ, but I tell you, love your enemies and pray for those who persecute you, that you may be children of your Father in heaven. परंतु मैं तुमसे ये कहता हूं कि अपने बैरियों से प्रेम रखो और अपने सताने वालों के लिए प्रार्थना करो, जिससे तुम अपने स्वर्गीय पिता की संतान ठहरोगे, क्योंकि वह भले और बुरे दोनों पर अपना सूर्योदय करता है। ഈ ഭോപ്പാലിൽ ദൈവത്തിന് മക്കളെ വേണം. इस भोपाल शहर के अंदर में मेरे परमेश्वर को संतानों की आवश्यकता है। ആരാ ദൈവത്തിന്റെ മക്കൾ? कि परमेश्वर के प्रजा कौन है, उसके बेटे बेटियां कौन है? ഞാൻ കൈപൊക്കിയായിരുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ ദൈവത്തിന്റെ മകനാണ്. कि मैंने हाथ उठा लिया तो मैं उद्धार पा लिया, मैं परमेश्वर का संतान हो गया। ഞാൻ മുങ്ങി സ്നാനപ്പെട്ടു, ഞാൻ ദൈവത്തിന്റെ മകനാണ്. कि मैंने डूब करके बपतिस्मा ले लिया, मैं परमेश्वर का संतान कहलाने लगा। രക്ഷിക്കപ്പെടുന്നത് പ്രാധാന്യമുള്ളതാണ്, സ്നാനപ്പെടുന്നത് പ്രാധാന്യമുള്ളതാണ്. उद्धार पाना भी उतना महत्वपूर्ण है, बपतिस्मा लेना भी उतना महत्वपूर्ण है। എന്നാൽ ഞാൻ ഉപ്പാകുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ, എന്നെ എതിർക്കുന്നവരെ കൂടെ സ്നേഹിക്കുന്ന ആ സ്വഭാവം എന്നിൽ വെളിപ്പെടുമ്പോഴാണ് ഇവൻ
ഈ ദേശത്തിന്റെ ഉപ്പാണെന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു. लेकिन वास्तविक रूप में नमक वो तब बनेगा जब अपने बैरियों से भी वो प्रेम करेगा और उनके लिए प्रार्थना करेगा, तब वो उस शहर के लिए प्रभु के द्वारा नमक ठहरेगा. സോൾട്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. नमक बोले तो छोटी सी वस्तु नहीं है, അത് അൺപ്ലസന്റ് ട്രൂത്ത് വിളിച്ചു പറയുന്നതാണ് സോൾട്ട്. क्योंकि नमक जो है वो उस सत्य को चीख करके कहता है. മനുഷ്യരെ മുറിവേൽപ്പിക്കുന്ന സത്യങ്ങൾ പറയുന്നതാണ് ഉപ്പിന്റെ സ്വഭാവം. और नमक का जो स्वभाव होता है वो मनुष्य के उस घाव को खुरेदने वाला स्वभाव होता ഈ है. ഭോപ്പാലിലെ ഉപ്പായി തീരുവാൻ വേണ്ടി കർത്താവ് നിങ്ങളെ ഏവരെയും और തെരഞ്ഞെടുത്തിരിക്കുകയാണ്. इस भोपाल शहर में नमक ठहरने के लिए प्रभु यीशु ने आप सबको चुन करके रखा हुआ ഞാൻ है. പറഞ്ഞല്ലോ, സോൾട്ട് ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തക്കാരുടെ ഇടയിൽ ഇസ്രായേൽ ലാൻഡിൽ എന്ന് അന്ന് ഉദ്ദേശിച്ചത്. ഇന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ പെന്തക്കോസ്ത് സമൂഹത്തിന്റെ അകത്ത്, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നെയ്ബർഹുഡിൽ, നമ്മുടെ ലാൻഡിൽ ആ പ്രൊഫറ്റിക് വോയിസ് ആകാൻ, ആ പ്രൊഫറ്റിക് ജീവിത ശൈലി നയിക്കാനായി കർത്താവ് നമ്മളെ വിളിക്കുന്നു. और यदि इस देश का नमक कहने की बात कही है तो इसका मतलब यह है कि हम अपने परिवार के अंदर में, अपने परिवार के समाज के अंदर में, अपने पड़ोसियों के बीच में एक भविष्यवक्ता की आवाज ठहरना भी परमेश्वर के द्वारा नहीं थे मेरे प्रियो. അപ്പൊ ശ്രദ്ധിക്കണം, ഉപ്പെന്ന് പറയുന്നത് ഒരു പ്രവാചകനായി ഞാൻ മാറുന്ന കുറച്ചുപേര് മാത്രമല്ല, എല്ലാവരുടെ മേലുമുള്ള ദൗത്യമാ ഒരു പ്രവചന ജീവിത ശൈലി, എ പ്രൊഫറ്റിക് ലൈഫ് സ്റ്റൈൽ ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ ഓൾവേസ് സ്പീക്കിംഗ് ദ ട്രൂത്ത്, സ്റ്റാൻഡിംഗ് ഫോർ ദ ട്രൂത്ത് ആൻഡ് കണ്ടമിങ് ദ ഈവിൾ പ്രാക്ടീസസ്, ആൻഡ് by virtue of that you will be persecuted but still holding on to the truth. न केवल नमक बनना या ठहरना, वरन परमेश्वर के द्वारा एक भविष्यवाणी की जिम्मेदारी भी हमें लेना होगा कि हम जो कुछ भी कहेंगे वो परमेश्वर के वचन के आधार पर सत्य बातों का लेखा जोखा वहां पर दिया जाएगा. और इस तरीके से एक बुलंद भविष्यवाणी की आवाज और भविष्यवाणी की शैली का जीवन हमारे अंदर में आना चाहिए. അപ്പൊ എന്തുവാ വെളിച്ചം എന്ന് പറഞ്ഞാൽ? अब ये ज्योति क्या है? 5:14 എല്ലാവരും നോക്കിയേ. 5:14 में देखिए, ഉപ്പെന്ന് പറയുന്നത് തിരസ്കരിക്കപ്പെട്ട പ്രവാചകനാകാനുള്ള വിളിയാണെങ്കിൽ, നിങ്ങൾ യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? और यदि नमक की बात कही गई थी तो तुम्हें तिरस्कार किया हुआ भविष्यवक्ता या वो समूह का, तो यहाँ ज्योति की बात अगर आती तो उसका क्या मतलब है? ബൈബിൾ പഠിക്കുമ്പോൾ അറിയാം, ഗോഡ് ഈസ് ദ സോഴ്സ് ഓഫ് ലൈറ്റ്. വെളിച്ചത്തിന്റെ ഉത്ഭവം ദൈവമാണെന്നുള്ളത് ഉൽപ്പത്തി 1 മുതൽ നമുക്കറിയാം. और उत्पत्ति 1 से यदि हम पढ़ेंगे तो हमें समझ में आएगा कि जो ज्योति है उसका उद्गम स्थान जो है वो परमेश्वर के चरणों से है. ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. ഇൻ ഐസയ ചാപ്റ്റർ 2 വേഴ്സ് 5, യാക്കോബ് ഗൃഹമേ വരുവീൻ, നമുക്ക് യഹോവയുടെ, അടുത്ത വാക്ക് എടുത്തവർ എന്നോട് ചേർന്ന് ഉറക്കെ പറയണം, വരുവീൻ നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. और जैसा यशायाह नबी की किताब 2 अध्याय के 5वें वचन के अंदर में लिखा है कि हे याकूब के घराने आ, हम यहोवा के प्रकाश में चले. എന്തുവാ ലൈറ്റ് സിഗ്നിഫൈ ചെയ്യുന്നത്? और ये प्रकाश किस बात को दिखला रहा है? ലൈറ്റ് സിഗ്നിഫൈസ് ദ നോളജ് ഓഫ് ഗോഡ്. और ये परमेश्वर के ज्ञान को दर्शाता है. ലൈറ്റ് സിഗ്നിഫൈസ് ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. और ये प्रकाश जो है वो परमेश्वर के स्वभाव का उल्लेख करता है. ലൈറ്റ് സിഗ്നിഫൈസ് ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. और ये प्रकाश जो है वो परमेश्वर के धार्मिकता को प्रदर्शित करता है. ദൈവത്തിന്റെ സ്വഭാവവും ദൈവത്തിന്റെ നീതിയും സത്യവും വിളിച്ചോതുന്നതാണ് വെളിച്ചം എന്ന് പറഞ്ഞാൽ. और प्रकाश का काम है कि परमेश्वर के स्वभाव को, उसके सत्य को और उसके उस दूरदर्शिता को प्रदर्शित करता है. അങ്ങനെയാണെങ്കിൽ അന്ധകാരം എന്തുവാ? अगर ऐसा है तो अंधकार क्या है? ദൈവത്തിന്റെ സ്വഭാവം അല്ലാതിരിക്കുന്നത് അന്ധകാരമാണ്. जिसमें परमेश्वर का स्वभाव नहीं, परमेश्वर का स्वभाव जहां नहीं, वो अंधकार कहलाता है. ദൈവത്തിന്റെ നീതി അല്ലാതിരിക്കുന്നത് അത് അന്ധകാരമാണ്, ഡാർക്ക്നെസ്. और जिसमें परमेश्वर की धार्मिकता नहीं है वो अंधकार है. ഐസയ 42:7 ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ? और यशायाह 42 के 7 में इजरायली के लिए क्या कहा गया मालूम है? യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു, നീതിയോടെ വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും, നിന്റെ ജനത്തിന്റെ നിയമവും, അടുത്ത വാക്ക്, ജാതികളുടെ പ്രകാശവും ആക്കും. और उसके 6वीं आयत में लिखा कि मुझ यहोवा ने तुझको धर्म से बुला लिया है, मैं तेरा हाथ थाम कर तेरी रक्षा करूंगा, मैं तुझे प्रजा के लिए वाचा और जातियों के लिए प्रकाश ठहराऊंगा. ആരുടെ
എവിടെ ലൈറ്റ് ആകും ഇസ്രായേൽ? और ये इजराइल किसके लिए प्रकाश पुंज बनेगा? അവിടല്ല, ചർച്ചിനകത്തല്ല ലൈറ്റ് ആകുന്നത്, और कलीसिया के अंदर में नहीं प्रकाश पुंज, ജാതികളുടെ വെളിച്ചമാകും. लेकिन उन जातियों के लिए प्रकाश बनना है. ഐസയ 49:6 പറയുന്നത് ഇങ്ങനെയാ, और यशाया 49 के 6 में यूं लिखा है, ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചുമിരിക്കുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. और वो कहता है कि मैंने तुझे ज्योति ठहराऊंगा, उद्धार पृथ्वी की ओर से दूसरी ओर तक फैल जाए. നമ്മൾ താമസിക്കുന്ന ലാൻഡിന്റെ സോൾട്ട് ആണ് ബൈ പ്രൊഫറ്റിക് വോയിസ്. അപ്പോൾ തന്നെ വേൾഡിന്റെ ജാതികൾക്ക് നമ്മൾ പ്രകാശമാണ്. और हम लोग जहां पर रह रहे हैं उस क्षेत्र के लिए, उस देश के लिए हम लोग नमक हैं, और भविष्यवाणी शैली में कही गई बात है, और उसके साथ ही साथ जगत के लिए हम एक उजियारा या प्रकाश पुंज हैं. യേശു ദൈവത്തിന്റെ സ്വപ്നം ഇസ്രായേലിനെ കുറിച്ച് ജാതികൾക്ക് അവർ വെളിച്ചമാകണമെന്നായിരുന്നു. और प्रभु यीशु मसीह का जो स्वप्न है, दर्शन है कि अन्य जातियों के बीच में एक प्रकाश पुंज वो ठहरे, ദൈവത്തിന്റെ സ്വഭാവം അവരെ കാണിക്കണം, और यीशु मसीह के स्वभाव को वहां प्रदर्शित करे, ദൈവത്തിന്റെ നീതിയെ കാണിക്കണം, परमेश्वर की धार्मिकता को वहां प्रदर्शित करे, ദൈവത്തിന്റെ ഹിതങ്ങളെ ജാതികളുടെ മുമ്പിൽ കാണിക്കണം. और परमेश्वर की जो इच्छाएं हैं, वो मनोकामनाएं अन्य जातियों तक वो पहुंचे. ജാതികൾക്ക് ഇസ്രായേലിന്റെ ദൈവത്തെ കാണാൻ ദേവാലയത്തിൽ ഒരിടമേ ഉള്ളായിരുന്നു. और वहां जाति के लोगों को इजराइल के परमेश्वर को देखने के लिए एक ही जगह ठहराई गई थी. അത് എവിടാന്നറിയാം? वो कहां पर है? ജാതികൾക്ക് വിശുദ്ധ സ്ഥലത്ത് കയറാൻ ഒക്കത്തില്ല, वे लोग पवित्र स्थान में नहीं जा सकते, ജാതികൾക്ക് അതിവിശുദ്ധ സ്ഥലത്ത് കയറാൻ ഒക്കത്തില്ല, अति पवित्र स्थान में नहीं जा सकते. ഏറ്റവും വെളിയിൽ കോർട്ട് ഓഫ് ജെന്റൈൽസ് ഉണ്ട്. और सबसे आखिर में बाहर में एक ऐसा बाहरी आंगन है जहां पर उन जातियों के लिए है, അവിടെ വെളിച്ചം കാണേണ്ടത്. और वहां ये प्रकाश पहुंचना है. ജാതികൾ കയറി വരുമ്പോ അവർ, അയ്യോ ഇസ്രായേലിന്റെ ദൈവം ഇത്രയും മഹത്വമുള്ളതാണോ, ഞങ്ങളുടെ ഐഡൽസിനെ പോലല്ല ഈ ദൈവത്തിന്റെ സ്വഭാവം, ഈ ദൈവത്തിന്റെ വിശുദ്ധി, ഈ ദൈവത്തിന്റെ നീതി, ഈ ദൈവത്തിന്റെ സത്യം. അവർ ആകർഷിക്കപ്പെടണം ദൈവത്തിങ്കലേക്കാണ് ദൈവത്തിന്റെ സ്വപ്നം. जब वो उस प्रांगण में आए तो उनको एहसास होने पाए कि इज़राइल के यहोवा परमेश्वर का तेज इतना है, उसकी महिमा इतनी है, ये जितने अन्य देवताओं के अंदर में नहीं है, वो बात यहाँ इज़राइल के परमेश्वर के अंदर है. നിങ്ങളിൽ എത്ര പേരുടെ മനസ്സിലുണ്ട് സുവിശേഷങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന യേശു കുനിഞ്ഞിരുന്ന് ചാട്ട ഉണ്ടാക്കുന്ന ആ രൂപം, ആ ഇമാജിനേഷൻ നിങ്ങളുടെ എത്ര പേരുടെ മനസ്സിലുണ്ട്? कितने लोगों के मन में यह है कि प्रभु यीशु मसीह झुक करके वहां पर वो जो का निर्माण कर रहा है, कोई अपने जहन में उस ख्याल को लेकर के आए, എന്നിട്ട് കേറി എവിടെ ഇരിക്കുന്നവരെ വെളിയിലാക്കിയെന്നറിയാം. और उसके बाद में उसने उठ करके किन लोगों को बाहर की ओर किया. ജാതികൾ പ്രകാശം കാണേണ്ട ഇടത്ത് കച്ചവടം നടക്കുന്നു. और जहां पर अन्य जाति लोगों ने उस प्रकाश पुंज को देखना है, वहां पर वो बैठकर व्यापार कर रहे हैं. അവിടെ ആടിനെ വിൽക്കുന്നു, പ്രാവിനെ വിൽക്കുന്നു. കച്ചവടത്തിന്റെ സ്ഥലമായി വെളിച്ചമുള്ളിടത്ത് അന്ധകാരം വന്നു. और जहां पर प्रकाश होना चाहिए था, वहां जानवरों का सौदा कर रहे हैं, व्यापार कर रहे हैं, व्यवसाय कर रहे हैं, और वहां पर उस जगह को अंधकार का जगह बना दिया. ചാട്ടയുണ്ടാക്കിയ യേശു പറയുന്നു, എല്ലാരും വെളി പോണം, ഇത് പ്രാർത്ഥനയുടെ സ്ഥലമാണ്, ഇത് ജാതികൾ ദൈവത്തിന്റെ വെളിച്ചം കാണേണ്ട ഇടമാണ്. और उसने खोले बना करके लोगों से कहा, इस जगह को खाली करो, क्योंकि ये परमेश्वर के प्रकाश पुंज की जगह है, जहां पर अन्य लोग आकर के उस महिमा को देखने पाए. യോഹന്നാന്റെ സുവിശേഷം 8:12-9:5 യേശു പോയിടത്തെല്ലാം പറഞ്ഞു, ഞാൻ ആ വെളിച്ചം, ഞാൻ പിതാവിനെ വെളിപ്പെടുത്തി കാണിക്കാം. और यूहन्ना रचित सुसमाचार उसके 8:12 में और 9:15 में भी लिखा, प्रभु यीशु मसीह ने स्वयं कहा कि मैं ज्योति हूं, जहां कहीं वो जाए उजियारा होता है. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമില്ലേ, ദിസ് ഈസ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് ഗോഡ്. और मैंने जैसे कल रात को भी बताया था कि परमेश्वर के लोगों की पुनर्स्थापना का यह संविधान निर्माण है. ഇസ്രായേലിന് വെളിച്ചമാകാൻ കഴിയത്തില്ല. इज़राइल जो है वो ऐसे ही प्रकाश पुंज नहीं बने पाएगा, അവർ പണക്കൊതിയുള്ളവരാ, क्योंकि उनके अंदर में पैसों की हवस है. അവർ ശത്രുവിനെ വെറുക്കുന്നവരാണ്, और वे लोग बैरियों से बैर रखने वाले അവർ लोग हैं. കോപിക്കുന്നവരാണ്, वे गुस्सा दिखाने वाले लोग അവർക്ക് हैं. സൗമ്യതയില്ല, उनके अंदर में नम्रता नहीं है, അവർക്ക് ഹൃദയത്തിന്റെ ശുദ്ധി ഇല്ല, उनके मन शुद्ध नहीं है, അവർ നീതിക്ക് വേണ്ടി വിശദ
വിശന്ന് ദാഹിക്കുന്നവരല്ല. और वे धर्म के प्रति भूख और प्यास रखने वाले भी नहीं है. യേശു പറയുക ഈ ഇസ്രായേലിന് വെളിച്ചമാകാൻ കഴിയത്തില്ല. और यीशु मसीह कहता है कि इस तरह के इस्राएली लोग कभी भी एक उजियारा एक प्रकाश नहीं बन पाएंगे. ഇന്ന് നമ്മളെ നോക്കി ദൈവത്തിന് എന്തു പറയും എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. आज मैं यही सोच के परेशान होता हूं कि अभी वर्तमान में मेरा यीशु हमें देख करके क्या कहता होगा. നമ്മളെ നോക്കി സ്വർഗം പറയുമോ ഇതാണ് വെളിച്ചം, അതോ ഇവരെ കൊണ്ട് വെളിച്ചമാകാൻ കഴിയത്തില്ല क्या हमें എന്ന് और പറയുമോ? आपको देख करके स्वर्ग कह सकता है कि हाँ यही वो प्रकाश पुंज है, या इसके विपरीत कहे कि ये कभी भी जगत के लिए ज्योति नहीं बन सकता. യേശു വെളിച്ചമായതുപോലെ വെളിച്ചമാകാനാ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. और जिस तरह से प्रभु यीशु मसीह इस संसार में अगम्य ज्योति के रूप में स्थापित हुए, ठीक उसी तरह बनने के लिए ही पवित्र आत्मा का अभिषेक हमारे ऊपर में आया. പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 1:8 കുറിച്ച് പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാം? और प्रेरितों के काम पहला अध्याय उसके 8वें वचन के आधार पर अधिकांश लोगों ने अपने मन में किस तरह के ख्याली पुलाव बना रखे हैं. ഈ അപ്പോസ്തലപ്രവൃത്തി 1:8 പെന്തക്കോസ്തുകാരെ അതിനെക്കാട്ടിൽ ഉപയോഗിക്കുന്ന വേറൊരു സംഘടന ഈ ലോകത്തിൽ കാണത്തില്ല. और प्रेरितों के काम पहला अध्याय और उसके 8वें वचन के आधार पर सबसे ज्यादा जो पेंतिकुस्ती समूह के लोग जो इस्तेमाल करते दुनिया में शायद उसका जिक्र कोई और नहीं करता होगा इतना. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി കിട്ടും. कि जब परमेश्वर का पवित्र आत्मा तुम्हारे ऊपर में उतरेगा तो तुम सामर्थ पाओगे. പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഈ ശക്തി രോഗിയെ സൗഖ്യമാക്കാനുള്ളതാണെന്ന്. और कई लोगों ने अपने मन में यह भ्रम फैला रखा है कि ये जो सामर्थ है वो बीमारों को छंगाई देने के लिए है. ഈ അപ്പോസ്തലപ്രവൃത്തി 1:8 മുമ്പ് രോഗം സൗഖ്യമായിട്ടുണ്ടോ? प्रेरितों के काम 1:8 के पहले क्या बीमार लोग चंगे नहीं हुए? സുവിശേഷത്തിൽ മുഴുവൻ രോഗസൗഖ്യമുണ്ടല്ലോ. और सुसमाचार में पूरा आप देख सकते हैं बीमार कैसे ഈ चंगाई को पाए. ശിഷ്യന്മാര് പ്രാർത്ഥിച്ചപ്പോൾ രോഗി സൗഖ്യമായല്ലോ. ये 6 लोगों ने दुआ किया तो लोग शिफा हुए. ഇതിനു മുമ്പ് ഭൂതങ്ങൾ പോയിട്ടുണ്ടോ? इसके पहले क्या दुष्ट आत्माएं नहीं निकली? ഭൂതങ്ങളും പോയിട്ടുണ്ടല്ലോ. वो भी निकली हैं. മരിച്ചാൾ എഴുന്നേറ്റിട്ടുണ്ടോ? और मरे हुए जी उठे क्या? മരിച്ചാളും എഴുന്നേറ്റിട്ടുണ്ടല്ലോ. ऐसा भी हुआ है. പഴയ നിയമത്തിൽ എല്ലാവരുടെ മേലും ആത്മാവില്ലാത്ത ആ കാലഘട്ടത്തിൽ മരിച്ചാൾ എഴുന്നേറ്റിട്ടുണ്ടോ? और पुराने नियम के कालखंड के आधार पर जिनमें ऊपर आत्मा नहीं होता था, क्या उस समय ऐसी घटनाएं हुई हैं? പഴയ നിയമത്തിലും മരിച്ചാൾ पुराने नियम में भी मुर्दे लोग जी उठे हैं. അപ്പൊ എന്തുവാ അപ്പോസ്തലപ്രവൃത്തി 1:8? अब प्रेरितों के काम 1:8 क्या है? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോ നിങ്ങൾക്ക് ശക്തി കിട്ടും, നിങ്ങൾ എന്റെ സാക്ഷികളാകും. അർത്ഥം എന്തുവാ? और जब पवित्र आत्मा आपके ऊपर में उतरेगा आप सामर्थ पाओगे और आप मेरे लिए एक गवाह ठहरोगे. इसका क्या मतलब है? നിഴല് തട്ടുമ്പോൾ രോഗി സൗഖ്യമാകുന്ന മാത്രമല്ലാതെ केवल परछाई टकरा जाने से लोग शिफा होंगे, केवल ये नहीं है. യഥാർത്ഥ പെന്തിക്കോസ്തുകാരൻ 2:4 നിൽക്കുന്നവനല്ല, 2:44 വരണം. और जो प्रेरितों के काम 2 के 4 वाला नहीं, लेकिन उसके 44वें वचन के अंदर में जो निहित है वैसा बनना चाहिए परमेश्वर का सच्चा शिष्य. 2:4 എല്ലാവരും അന്യഭാഷ പറഞ്ഞു. और 2 के 4 में सबने अन्य भाषा में कहा. 2:44 എല്ലാം പൊതുവകയെന്ന് എണ്ണി. और उसके 44 में आते आते सब लोग जो हैं वो सार्वजनिक तौर पे हो गया. 2:4 ഉള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന മുക്കാൽ ആൾക്കാരും. और यहाँ पर 2/3 लोग वैसे ही लोग जो बैठे हैं जो 2 के 4 के आधार पे है. എന്തെങ്കിലും മുടക്കുണ്ടോ? എന്തെങ്കിലും മുടക്കുണ്ടോ? कोई भी नुकसान है क्या? നമ്മൾ ഇരുന്നു അന്യഭാഷ പറഞ്ഞു തിരിച്ചു പോകുന്നു. हम लोग आ रहे हैं, बैठ रहे हैं, अन्य भाषा बोल रहे हैं, चले जा रहे പക്ഷെ हैं. ശക്തി എന്തിനും വേണ്ടിയാണെന്നറിയാം? लेकिन ये जो सामर्थ है वो किस चीज के लिए है? എനിക്കുള്ളതിനെ എല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ട് അക്യുമുലേറ്റ് ചെയ്യാതിരിക്കാനുള്ള ശക്തി. और ये सामर्थ इसलिए है कि जो कुछ भी हमारे पास में है उसे ऐसे थाम करके बैठे रहने के लिए नहीं है ये सामर्थ. വെളിച്ചമാകാനുള്ള ശക്തി. लेकिन ये सामर्थ इसलिए ताकि हम एक ज्योति बन जाएं. ആദിമ സഭയിൽ ദൈവം ആദ്യം പണിഷ് ചെയ്തത് എന്തിനെയാണെന്നറിയാമോ? और सबसे पहले एक सजा किसको परमेश्वर ने दिया मालूम है? അനന്യാസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. एक अनन्या नाम का एक व्यक्ति था. കൂടെ സഫീറയും ഉണ്ടായിരുന്നു. साथ में उसके सफीरा भी थी. ജെറുസലേം പെന്റിക്കോസ്റ്റൽ ചർച്ച് JPCയിലെ അംഗങ്ങളായിരുന്നു അവർ. और यरूशलेम पेंटिकॉस्टल चर्च अर्थात JPC के वे सदस्य थे. പത്രോസ് എന്ന അഭിഷക്തന്റെ കീഴിൽ മാനസാന്തരപ്പെട്ട് വന്നവരാണ്.
और पतरस के अधीनता में मन फिरा करके आए हुए लोग थे, പക്ഷേ ഉള്ളിൽ പണക്കൊതി ഉണ്ടായിരുന്നു. लेकिन अंदर पैसों की हवस या लालच है. അവര് കണ്ടു ആ ചർച്ചിലെ ബർണബാസ് എന്ന പേരുള്ള മനുഷ്യൻ എല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചത് കണ്ടു, വലിയ അംഗീകാരം ചർച്ച കിട്ടിയത് കണ്ടു. അടുത്ത ദിവസം അവരും കൊണ്ടുവന്ന് വെച്ചു. और उन्होंने देखा बरनबास ने किस तरीके से अपने संपत्ति को बेच करके प्रेरितों के चरणों में ला करके रखा. वो अगले दिन उन्होंने भी वैसा किया. പത്രോസ് ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, ഇത്രയേ ഉള്ളോ, ഇത്രയേ ഉള്ളോ? पतरस ने एक ही सवाल किया, इतना ही है क्या? അത്രയേ ഉള്ളൂ, എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. उन्होंने कहा सब कुछ हम लिया, इतना ही है. ഇങ്ങനെ ഒരു ചിന്തകൻ പറഞ്ഞത് ആന്റി കൂടി ഇല്ലായിരുന്നപ്പോ. और उस समय आंटी साथ में नहीं थी. എന്തോ പറ്റി ആന്റിക്ക്? आंटी को क्या हुआ? അതേ പറഞ്ഞു, അച്ഛൻ പൊക്കോ എനിക്ക് കുറച്ചുകൂടെ ഒരുങ്ങണം. ഒരുങ്ങി വരണ്ടേ, ഇന്ന് എല്ലാരും ഫ്രണ്ടി വിളിക്കുന്ന ദിവസമല്ലേ. उन्होंने बोला कि आप आगे पहले चले जाओ, तैयार होके आना, क्योंकि अभी आज सामने बुलाने का दिन है. ഇതൊന്നും അറിയാതെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ, 3 മണിക്കൂറോളം കഴിഞ്ഞപ്പോ ആന്റിയും വന്നു. और करीब 3 घंटे के बाद में आंटी भी आई. ഉപ്പ് കാരമില്ലാതെ പോയാ പിന്നെ എന്തിനു കൊള്ളാം? नमक में से नमकीन ही खत्म हो जाए तो फिर वो किस काम का है? പുറത്തിട്ട് ചവിട്ടാൻ കൊള്ളാം. वो केवल बाहर सड़क में फेंक करके पैरों से रौंदने के काम आता है. വെളിച്ചം ഉയരത്തിൽ പ്രകാശിക്കേണ്ടത് ഇങ്ങനെയാ യേശു പറഞ്ഞു, ഇറ്റ് cannot be hidden. അത് മറഞ്ഞിരിക്കാൻ ഒക്കത്തില്ല. और वो जो उजियारा है, जो ज्योति है, जो प्रकाश है, उसको छिपा नहीं सकते मेरे अजीजों. യേശുവിന്റെ ശിഷ്യന് പണക്കൊതിയിൽ ജീവിക്കാൻ ഒക്കത്തില്ല. प्रभु यीशु मसीह के सच्चे शिष्य को पैसों के लालच में जिंदगी नहीं बिता सकते. ശക്തി വന്നത് പണക്കൊതിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനാ. और ये सामर्थ इसलिए उतर के आया ताकि उस हवस से, उस पैसों के लालच के घेरे से हम बाहर निकल आए. സ്ഥാനക്കൊതിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനാ. और उस कुर्सी की चाह जो है उससे हम बाहर निकल आए. നമ്മുടെയൊക്കെ 50-100 പേരുള്ള ചർച്ചിലെ സെക്രട്ടറിയോ ട്രസ്റ്റിയോ ആയ ചിലർ ചിന്തിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു. और कोई 50 या 100 सदस्य वाले कलेसिया का यदि वो सेक्रेटरी बन जाए तो उसके हाव भाव आप देख लो, ऐसा लगता है जैसे किसी देश का वो प्रधानमंत्री बन गया हो. അവരുടെ വന്നുള്ള ഇരിപ്പും സംസാരം കേട്ട് കഴിഞ്ഞാൽ ഞാൻ അനക്കാതെ ഈ ഭോപ്പാലൊന്നും നടക്കത്തില്ലെന്നാ ചിന്തിക്കുന്നത്. और वो जिस तरीके से आकर के अपने उस डील डॉल में बैठते हैं, ऐसा लगता है जैसे कि जब तक वो ना घुमाए तो शहर में कुछ भी हलचल हो नहीं सकती. അത് ലോകത്തിന്റെ പരിചയത്തിലുള്ള അധികാരമാ. और वो एक सांसारिक ज्ञान के आधार पर वाली बात है. ലോകത്തിൽ അധികാരം എന്ന് പറഞ്ഞാൽ ആള് കളിക്കാനുള്ളതാണ്. और वो सांसारिक अधिकार की जो बात है, हो सकता तब आप अपना सीना चौड़ा कर सकते हो. ലോകത്തിൽ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഗമ കളിക്കാനുള്ളതാണ്. और ये सांसारिक रूप से जो पद मिलता है वो हाँ आपको घमंड दिखाने का मौका मिलता है. ലോകത്തിൽ പണം എന്ന് പറഞ്ഞാൽ എല്ലാരെയും വിറപ്പിക്കാനുള്ളതാണ്. और सांसारिक पैसा जो है, हो सकता है कि आप सामने वाले को अपना प्रभाव दिखाने के लिए इस्तेमाल करें. നമ്മൾ വെളിച്ചമാണെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? लेकिन हम अगर ज्योति हैं तो इसका क्या मतलब है? ഈ ലോകത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനെതിരെ ജീവിക്കാൻ, അതിൽ ടോർച്ച് അടിച്ച് കാണിച്ച് വ്യത്യസ്ത ജീവിത ശൈലിയോടെ ജീവിക്കാനാ ദൈവം നമ്മളെ और തിരഞ്ഞെടുത്തത്. जो अंदर की ज्ञान की बातों से अनजान है, वो सांसारिक बातों से अलग हटके अंदर के प्रकाश पुंज को दर्शा के दिखाना ही ये जगत की ज्योति जो संसार में परमेश्वर ने हमारे लिए रखी है. 5:14 अല്ലേ ഈ പറയുന്ന you are the light of the world, you should be different from the world. और वो 5:14 के अंदर में यही कहा है कि तुम जगत की ज्योति हो, और इसलिए हमें वो बिल्कुल जुदा बने रहना है, अलग तरीके से दिखाई देना है. 4-ാം അധ്യായം 15, അതായത് തൊട്ട് മുമ്പുള്ള അധ്യായം വായിച്ചാൽ ഇതിന്റെ പശ്ചാത്തലം മനസ്സിലാവും. और जब उसके पहले के अध्याय को पढ़ेंगे तो उसकी पृष्ठभूमि समझ में आएगी. ജാതികളുടെ ഗലീലയെ കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത വാക്ക് പറയുക, ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർ പ്രകാശം ഉദിച്ചു. और 4:15 में जब वो कहा गया है कि तुम वहां पर उस अन्य जातियों के देश में जो लोग अंधकार में बैठे थे, उन्होंने बड़ी ज्योति देखी, और जो मृत्यु के देश और छाया में बैठे थे उन पर ज्योति चमकी. യേശുവിന്റെ ശിഷ്യനായ ഒരാള് ഒരു ഉദ്യോഗം ചെയ്യുന്ന ഒരു സ്ഥലത്തിൽ അവനെ കുറിച്ച് പറയേണ്ടത്, ജാതികൾ തിങ്ങിപ്പാർക്കുന്നിടത്ത് വലിയൊരു വെളിച്ചം ജനം കണ്ടു. और जहां पर परमेश्वर का एक बंदा नौकरी करता, व्यवसाय करता है, वहां पर अन्य लोगों के बीच में इस बात को लोग कहने पाए कि परमेश्वर की ज्योति उनके बीच में इस व्यक्ति के माध्यम से चमकी. അവൻ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ വെളിച്ചവുമാണ്. कि वो पृथ्वी का नमक है और इस संसार की ज्योति है. പക്ഷേ ഈ വെളിച്ചം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ, लेकिन इस ज्योति को लेकर के यदि हम चलें, നല്ല പരിപാടിയാണോ അഴുക്ക് പരിപാടിയാണോ? ये अच्छा काम है या बुरा काम है?
ഞാൻ രാവിലെ ഒരു കാര്യം പറഞ്ഞു, ഉപ്പ് ഡൈനിങ് ടേബിളിൽ ഇരുന്നാൽ സാമ്പാറിന് രുചി കൂട്ടാൻ നല്ലതാ, പക്ഷെ ഇതേ ഉപ്പ് മുറിവിലോട്ട് തേച്ചാൽ തുള്ളിച്ചാടും. और ये जो नमक हम लोग टेबल में इस्तेमाल करते हैं सब्जी में डालें तो स्वाद के लिए अच्छा है, लेकिन यदि वही नमक यदि किसी के घाव पे छिड़क दिया जाए तब हमें उसका भी पता है। ഇതുപോലെ വെളിച്ചത്തിന് ഒരു പ്രശ്നമുണ്ട്. इसी तरह ज्योति या जो प्रकाश है उसकी भी बात है। ഈ ഹോളിൽ ഇപ്പൊ ലൈറ്റ് പോയാൽ, इस हॉल में अभी यदि बिजली चली जाए നമുക്ക് ലൈറ്റ് ആവശ്യമാണ്. നമ്മൾ ഇഷ്ടപ്പെടും, അയ്യോ വെളിച്ചം വെളിച്ചം കൊണ്ട് എത്ര കുറച്ച് സമയം കൂടെ ഉള്ളൂ, വെളിച്ചം വാ. और हम लोग को अच्छा नहीं लगेगा, हम कहेंगे जल्दी से उजियारा किया जाए। എന്നാൽ യൂണിവേഴ്സിറ്റിയുടെ അടച്ചിട്ടൊരു ക്ലാസ് മുറിയിൽ लेकिन यूनिवर्सिटी के वहां पे अंदर एक बंद कमरे में कक्षा में ഒരു അശ്ലീലമായ ഒരു അനുഭവത്തിൽ ഒരു ചെറുപ്പക്കാരനും പെൺകുട്ടിയും ആ ഇരുട്ടുമുറിയിൽ നിന്നാൽ, और एक अनैतिक तरीके से एक युवक और युवती अगर उस कमरे के अंदर में पाए जाए उस अंधेरे में, പെട്ടെന്ന് സെക്യൂരിറ്റി ലൈറ്റ് ഓൺ ചെയ്ത് ഇഷ്ടപ്പെടുവോ? और अचानक सुरक्षा कर्मी अगर उस बिजली के खटके को चालू कर दे तो क्या अच्छा लगेगा? വെളിച്ചത്തിന് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്. और ये जो ज्योति होती है उसका ये एक और ये स्वभाव है, एक और चेहरा है। ഉപ്പ് വേദനിപ്പിക്കുന്നത് പോലെ വെളിച്ചം എന്തോ ചെയ്യും? जिस तरीके से नमक दर्द देता है या जलन देता है तो ये ज्योति क्या करेगी? വെളിച്ചം എക്സ്പോസ് ചെയ്യും. और ये जो ज्योति जो है वो सब कुछ प्रकट रूप में दिखाता है। ഇതാ യോഹന്നാൻ 3:19 വാക്യം മുതൽ വായിക്കുന്നത്. और यूहन्ना 3 के 19 से हम लोग इसी बात को पढ़ते हैं। ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. और दंड की आज्ञा का कारण यह है कि ज्योति जगत में आई है और मनुष्यों ने अंधकार को ज्योति से अधिक प्रिय जाना क्योंकि उनके काम बुरे थे। 3:20 പറയുന്നത് തിന്മ പ്രവർത്തിക്കുന്നവർ, അതായത് ഉപ്പിന്റെ സ്വഭാവവും വെളിച്ചത്തിന്റെ സ്വഭാവവും യേശുവിന്റെ നീതിയും യേശുവിന്റെ സ്വഭാവം ഇല്ലാതെ ജീവിക്കുന്ന മനുഷ്യരുടെ അടുക്കെ വെളിച്ചവുമായിട്ട് നമ്മൾ ചെന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവരെല്ലാം വെളിച്ചത്തെ എന്തോ ചെയ്യുന്നു? സ്നേഹിക്കുന്നുണ്ടോ? വെളിച്ചത്തെ പകയ്ക്കുന്നു. और इस तरीके से गलत काम करने वालों के सामने प्रभु यीशु मसीह की उस ज्योति के साथ हम जाएंगे तो क्या उन्हें पसंद आएगा? क्योंकि उनके जो काम है वो सारे लोगों के समक्ष प्रस्तुत हो जाएंगे, इसलिए वो इस बात को नापसंद करते, उन्हें नागवार गुजरती है। എന്താ ലോകം വെളിച്ചത്തെ പകയ്ക്കുന്നത്? और ये दुनिया इस ज्योति से क्यों नफरत करती है? 20 വാക്യം നോക്കണം. അവിടെ യോഹന്നാൻ 3:20 ഞാൻ വായിക്കുന്നത്, തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിങ്കലേക്ക് വരുന്നതുമില്ല. यूहन्ना 3 के 20 में लिखा हुआ क्योंकि जो कोई बुराई करता है वह ज्योति से बैर रखता है और ज्योति के निकट नहीं आता, ऐसा ना हो कि उसके कामों पर दोष लगाया जाए। അവർ പകയ്ക്കും നമ്മളെ. वे नफरत करेंगे, चिढ़ेंगे। എന്തോ ഉപ്പാകുക എന്ന് പറഞ്ഞാൽ क्या है नमक का मतलब? പ്രവചന ശബ്ദം ആൾക്കാരെ മുറിവ് ഉണക്കുന്ന വെച്ച് കെട്ടുന്നതല്ല, മുറിവിനെ കഴുകുന്ന പ്രവചന ശബ്ദം അസ്വസ്ഥതയാണ് ഉണ്ടാക്കും. और ये भविष्यवाणी की आवाज जो है वो उनके घावों को धो करके शुद्ध करता है, उसका एहसास दिलाता है। ഇവിടെ വന്നിരിക്കുന്ന നമ്മളെ നോക്കി ദൈവം പറയാ, നിങ്ങൾ വെളിച്ചമാണ്. और यहाँ पर आकर के प्रभु हमसे कहते हैं कि आप ज्योति हैं। ഇത് എക്സൈറ്റിംഗ് ആണോ? क्या ये उत्साहित करता है? എങ്ങോട്ടാ ഇറങ്ങി പോകുന്നേ? कहाँ जा रहे हैं हम निकल के? മനുഷ്യർ പകയ്ക്കും വെളിച്ചത്തെ. और मनुष्य जो है इस ज्योति से चिढ़ता है। ഇന്ന് എന്താ ആരും പകയ്ക്കാത്തെ? आज क्यों नहीं चिढ़ता? നമ്മളും അവരും ഒരുപോലായി. क्योंकि दोनों एक जैसे हो गए हैं। അവര് ചിന്തിക്കുന്ന പോലെ നമ്മളും ചിന്തിക്കുന്നു. जैसा वे सोचते हैं वैसे ही हम भी सोचने लगे हैं। ടോർച്ച് അടിക്കുന്നില്ലെങ്കോ? अभी टॉर्च नहीं मारते, അവനും ബ്രൈബ് കൊടുക്കുന്നു, ഞാനും ബ്രൈബ് കൊടുക്കുന്നു. वे भी रिश्वत देते हैं, हम भी देते हैं। അവനും പൈസ ഇഷ്ടപ്പെടുന്നു, ഞാനും ഇഷ്ടപ്പെടുന്നു. उन्हें भी पैसा पसंद है, हमें भी पसंद है। അവനും വലിയവനാണോ, എനിക്കും വലിയവനാണോ. उसे भी बड़ा बनना है तो मुझे भी बनना है। അവൻ ക്ഷമിക്കത്തില്ല ശത്രുവിന്, ഞാനും അതേ തന്നെ. वो अपने दुश्मन को माफ नहीं करता तो मैं भी नहीं करूंगा। എവിടാ വെളിച്ചം? अब वो ज्योति है कहाँ? ഡിഫറെന്റ് തിങ്കിങ്. अलग सोच। വഴക്കുണ്ടാക്കാൻ നിൽക്കുന്ന ആളോട് ചെന്ന്, അങ്കിളെ ഇത് വിട്ടുകൊടുക്കുക, നിനക്കങ്ങനെ പറയാം എന്ന് പറഞ്ഞ് അവൻ തിരിയും. അപ്പൊ और ये लड़ाई करने वालों से जाकर के यदि कहें कि आप छोड़ दीजिए ना भाई साहब, तुम कह सकते हो ऐसा? ഇന്നൊരാളോട് ഞാൻ സംസാരിച്ചപ്പം ഞങ്ങൾ പറഞ്ഞ ഇനി എനിക്ക് തോന്നുന്നു സാധ്യത ഈ മുമ്പ് ഇരിക്കുന്ന പിള്ളേരെയും കൊണ്ട് ഇതൊക്കത്തുള്ളതാണ്.
और एक व्यक्ति ने इस तरह से कहा कि अब तो मुश्किल संभावना है कि जो सामने ये जो बैठे हैं शायद इन्हीं लोगों से संभव हो पाएगा ये सब। വെളിച്ച ഉപ്പും ഒക്കെ ആകാൻ നിങ്ങൾക്ക് ഇനി ഒക്കത്തുള്ളെന്നാണ് മാനുഷികമായി തോന്നുന്നത്. और ऐसा लगता है कि नमक और ज्योति बनने की जिम्मेदारी आप ही लोगों के ऊपर में आने वाली है। ചർച്ചിൽ ആരെങ്കിലും വഴക്കുണ്ടാക്കുന്നവരെ കണ്ടാൽ, और कलीसिया में यदि आप ऐसे लड़ाई करने वाले लोगों को देखें, അങ്കിൾ യു ആർ നോട്ട് ലൈക്ക് ക്രൈസ്റ്റ് എന്ന് പറയാൻ നിങ്ങൾക്കേ ഒക്കത്തുള്ളൂ. अंकल आप इस तरह से मसीह गुण में नहीं दिख रहे, आप ही कह सकते हो। ചർച്ചിൽ ആരെങ്കിലും വലിയ പോസും പത്രാസും കളിച്ചിരിക്കുന്ന ആളെ കണ്ട, അങ്കിൾ ഇറ്റ്സ് ഫുൾ ഓഫ് ഡാർക്ക്നെസ്, യു ആർ ഫുൾ ഓഫ് ഡാർക്ക്നെസ്. और यदि कोई बहुत ज्यादा अपना सीना चौड़ा करके बैठता, अपने हाव भाव भाव भंगिमाओं को दिखाता, तो आप ही जाके कहना, उसकी हवा निकालना कि आपका जो चेहरा है पूरा अंधकारमय दिख रहा है। എന്തോ എന്തോ ആഡ് ചെയ്തെന്ന് തോന്നുന്നു, എല്ലാരും ചിരിച്ചു. അപ്പോഴൊരു കാര്യമുണ്ട്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെളിച്ച ഉപ്പ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? और अगर आप वो नमक और वो ज्योति बन जाएंगे तो क्या होगा? മോസ്റ്റ് പ്രോബ്ലി നിങ്ങൾ ചർച്ചിന് വെളിയിലാവും. संभावना ये है कि आपको कलीसिया से बाहर कर दिया जा सकता है। യേശുവിന്റെ ശിഷ്യന്മാരെല്ലാം വെളിയിലായവരാ കേട്ടോ. यीशु मसीह के चेले भी ऐसे ही बाहर किए गए। ഇവരെ ഒന്നും ഉൾക്കൊണ്ടില്ല അന്നത്തെ സമൂഹം. उस जमाने में लोगों ने इनको स्वीकार नहीं किया, പള്ളിയിൽ നല്ല ഇറക്കി വിട്ടു എല്ലാരെയും. उनको सबको चर्च से कलीसिया से बाहर कर दिया गया। കാരണം കലീശയെ ഇളക്കി യേശു. वजह यह है कि इन्होंने कलीसिया के अंदर में हलचल पैदा कर दिया സിനഗോഗിൽ ചെന്ന് പറഞ്ഞു, നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറയാന്ന് പറഞ്ഞു. और देवालय में जाकर के कहा कि तुम तो चूना पुती हुई उस भीत या खबर की तरह हो। സിനഗോഗിൽ ചെന്ന് പറഞ്ഞു, നിങ്ങള് ഗ്ലാസിന്റെ വെളി മാത്രമേ കഴുകുന്നുള്ളൂ, നിങ്ങളുടെ അകം മൊത്തം വിക്കറ്റ്നെസ്സും ലവ് ഓഫ് മണിയാന്ന് പറഞ്ഞു. और देवालय में जाकर के लोगों के मुंह पे उन्होंने कहा कि तुम तो गिलास के बाहर की तलछट को ही धोते हो, अंदर पूरा मैल और कचरा अंधकार भरा हुआ है। യേശു ടോർച്ച് അടിച്ചു. यीशु मसीह ने लाइट जलाई ടോർച്ച് അടിച്ചപ്പോ എല്ലാം കൂടെ ഓടി, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടി. और जैसे यीशु ने टॉर्च जलाया तो सब यहाँ वहां भाग रहे हैं। നമ്മുടെ ഈ അയ്യത്തൊക്കെയുള്ള കല്ലെടുക്കുമ്പോ പെട്ടെന്നൊരു സംഭവം കാണാം. और हम लोग जब खेत में एक पत्थर उठाएं तो एक चीज हम देख पाते हैं, പഴുതാര, വണ്ട്, ചീവീട് പെട്ടെന്ന് ഓടി അടുത്ത അന്ധകാരത്തിന് കീഴിലോട്ട് കയറും. और उस पत्थर के नीचे छिपा हुआ जो भी कीड़ा मकोड़ा बिच्छू होगा वो वहां से निकल के दूसरी जगह जाके छिपेगा। ആ പഴുതാരക്ക് ഒരു അവസരം കിട്ടിയാൽ കടിച്ചിരിക്കും. और उसको यदि मौका मिलेगा तो वो अपना डंक जरूर चुभाएगा। കല്ല് മാറ്റുന്ന എല്ലാരും നോക്കിക്കോണേ, സൂക്ഷിച്ചില്ലേ കയ്യെ കടിക്കും. और जितने लोग पत्थर हटाने का काम करते हैं आप सावधान रहिए, आपको भी इसी तरीके से डंक से भेदा जा सकता है। ഞാനിപ്പോ കല്ല് മാറ്റി, अभी मैंने पत्थर हटाया, എവിടുന്നാ കടി വരുന്നതെന്ന് അറിയത്തില്ല, കേൾക്കുന്നുണ്ട് ആൾക്കാർ. कहां से कौन सा जंतु जानवर काटेगा मालूम नहीं, सब सुन रहे हैं। വെളിച്ചം ഇഷ്ടമല്ല ആൾക്കാർ. लोगों को ये ज्योति पसंद नहीं है, സോൾട്ടും ഇഷ്ടമല്ല, ലൈറ്റും ഇഷ്ടമല്ല. नमक भी पसंद नहीं है, ज्योति भी पसंद नहीं है। ഞാൻ പറയാം, സാധാരണ ഒരു വിശ്വാസിയുടെ ചിന്ത എന്തോന്നറിയാം? एक साधारण विश्वासी की सोच कहां तक है मैं बताता हूं। ഞങ്ങൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ഞങ്ങൾ ഈ ചർച്ചിൽ വന്നതാ. അയ്യോ, ഇനി ഞങ്ങളെ പറഞ്ഞ് അങ്ങോട്ടൊന്നും വിടല്ലേ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. और हम उस अंधकार से उस अगम्य ज्योति में परमेश्वर की महिमा के लिए बुलाए गए हैं, अब यहाँ से हमें दूसरी जगह कहीं नहीं भेजना। കൊലോസ്യ ലേഖനം 1 ഭാഷയെ we are transferred from darkness to light. और कलस्सियों की पत्री के आधार पर जो वचन कहा गया कि हमें उस अंधकार से अगम्य ज्योति में लाया गया। 1 Peter 2 ഭാഷയിൽ kingdom of light, കിങ്ഡം ഓഫ് ലൈറ്റിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. और पत्रस की पत्री के आधार पर उस स्वर्ग राज्य रूपी प्रकाश पुंज की ओर लेकर के आया गया। പക്ഷേ ഈ പരിപാടി ഒക്കത്തില്ല. लेकिन ये काम नहीं चलेगा। ഏത് കാം? ഞാൻ അന്ധകാരത്തിലായിരുന്നു, ഇപ്പൊ ഞാൻ വെളിച്ചത്തില. ഞങ്ങൾ ഇവിടെ ടോർച്ചായിട്ട് എല്ലാ ഞായറാഴ്ചയും വന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ദൈവനാമത്തെ, എല്ലാം ഒരു പാട്ടൂടെ പാടിയാൽ മതി. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം. ഈ പരിപാടി നടക്കത്തില്ല. हम पहले अंधकार में थे, अभी उस उजाले में आ गए हैं, टॉर्च बन के हम बैठ सकते हैं, लेकिन इसके आगे कुछ नहीं होगा और इस तरीके का काम हम नहीं कर पाएंगे। എവിടത്തെ വെളിച്ചമാകണം? आप कहाँ के ज्योति बनना है? ചർച്ചിനകത്തല്ല, कलीसिया में नहीं। ഇപ്പൊ നമ്മൾ എല്ലാരും കൂടെ വെളിച്ചം എല്ലാം കൂടി ഇവിടെ ഇരിക്കുക. अभी हम लोग जितने ज्योति हैं सब यहाँ बैठे हैं। ഞാനങ്ങ് പറഞ്ഞ വെളിച്ചമാന്ന്, എല്ലാരും വെളിച്ചമാണോ എന്നുള്ള അവരൊരു ചോദന ചെയ്യണം, അത് വേറൊരു കാര്യം. मैंने कह तो दिया कि हम सब ज्योति हैं, लेकिन आप स्वयं अपने आप को परख करके देखें आप हकीकत में ज्योति हो या नहीं। പക്ഷെ ഈ വെളിച്ചം ആകേണ്ടത് വെളിയിലാണ്. लेकिन ये जो ज्योति बनना है, प्रकाश पुंज बनना है, वो बाहर के लिए है। ലോകക്കാർ നമ്മളെ പകയ്ക്കും അപ്പം, കാരണം അവർക്ക് അവരുടെ അന്ധകാരമായി ഇഷ്ടം, അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം. വെളിച്ചം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും, ഈ അകത്തോട്ട് വന്നു പോയേക്കല്ലോ, നിന്റെ ഈ നീതി, നിന്റെ ഈ സ്നേഹം, നിന്റെ ഈ സത്യം
ഡോണ്ട് കം നിയർ മീ എന്ന് അവർ പറയും. और इस ज्योति के साथ जब आप बाहर निकलेंगे तो संसार के लोग आपसे नफरत करेंगे, क्योंकि उन्हें वो अंधकार पसंद है. वो कहेंगे ये सब उजियाला ज्योति लेके हमारे पास नहीं आना, और कोई काम करो. പക്ഷെ ഞാനും എൻ്റെ മനസ്സിൽ എനിക്ക് ഈ വാക്യങ്ങൾ അറിയത്തില്ലായിരുന്നു. ഞാനും ചിന്തിച്ചേനെ സംഘർഷമൊക്കെ ഒഴിവാക്കി സമാധാനമായിട്ട് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിച്ച് കർത്താവിൻ്റെ വരവെങ്കിൽ പൊക്കോളാം. അയ്യോ ഇനി എന്നെ പറഞ്ഞ് ഇങ്ങനെ ഞാൻ ചിന്തിച്ചേനെ. और अगर ये वचन के भेद की बात अगर मुझे नहीं मालूम होती तो शायद मैं भी अपने आप को एक सीमित दायरे के अंदर में रखता और यूं कि मैं और मेरा घराना हम तो परमेश्वर में मस्त ऐसे ही रहते हैं. ഇങ്ങനെ ഒക്കാത്തതിൻ്റെ കാര്യം എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിലെ 2 വാക്യങ്ങളാണ്. और ऐसा नहीं हो पा रहा, उसके पीछे वजह जो है वो अंजिंदे- एफेसियों की पत्री उसका 5वां अध्याय 10-11 വാക്യങ്ങൾ. इफिसियों की पत्री उसका 5वां अध्याय 10 or 11 അവിടെ ഈ വെളിച്ചത്തിന്റെ 3 ഫലങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. और उस उजियाले के या ज्योति के 2 फलों का जिक्र वहां किया गया है 10 और 11 में. 3 ഫലങ്ങൾ. 3 फल के बारे में. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. क्योंकि ज्योति का फल सब प्रकार की भलाई और धार्मिकता और सत्य है. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികൾ ആകരുത്. और इसलिए अंधकार के निष्फल कामों में सहभागी न हो. എന്ന് പറഞ്ഞാൽ സൽഗുണത്തിന് വേണ്ടി എന്നെ വിളിച്ചിരിക്കുന്നു, ഇനി ദുർഗുണമുള്ള കാര്യങ്ങളിൽ ഞാൻ കൈ കൊടുക്കരുത്. क्योंकि मुझे अब अच्छे काम के लिए बुलाया गया है, इसका मतलब गलत कार्यों के लिए अब मुझे अपना हाथ आगे नहीं बढ़ाना है. നീതിയാണ് വെളിച്ചത്തിന്റെ ആ ഫലം എന്ന് പറയുന്ന അനീതിക്ക് ഞാൻ ഇനി കൂട്ടു നിൽക്കരുത്. अगर धार्मिकता इसका फल है ज्योति का, तो अब मैं अधर्म के काम में अपने हाथ को आगे नहीं बढ़ने दूंगा. സത്യമാണ് വെളിച്ചത്തിന്റെ ഫലം എന്ന് പറയുന്നത്. ഇനി അസത്യം കളവുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. अगर ये ज्योति का फल सत्य है तो अब झूठ के साथ मेरा कोई मेल जोल नहीं होगा. കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ഒക്കുവോ? तो क्या झूठा प्रमाण पत्र बना सकते हैं? ചെല്ലു പെട്ടെന്ന് ഇങ്ങനെ കുനിഞ്ഞു. कुछ लोग ये सुनते ही झुक गए. ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 3 years എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം, 2 years ഉള്ളൂ. और नौकरी चाहिए था, 3 साल का अनुभव का प्रमाण पत्र चाहिए, लेकिन मेरे पास 2 ही साल का है. എന്തോ ചെയ്യും വിശ്വാസി? एक विश्वासी क्या करेगा? ഒരു സാക്ഷ്യം പറയാൻ സാധ്യതയുണ്ട് അന്നത്തെ ആഴ്ച. उस सप्ताह गवाही बोलने का एक अवसर हो सकता है. ദൈവമക്കളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം. ചില തടസ്സങ്ങൾ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. തടസ്സം ഇതാണ്, 3 വർഷം വേണം, എനിക്ക് 2 വർഷമേ ഉള്ളൂ. और परमेश्वर के लोगों आप प्रार्थना करिए. कुछ अवरोध ऐसे सामने दिखाई दे रहा. हकीकत यह है कि अनुभव चाहिए 3 साल का है, 2 साल का. അപ്പൊ നമ്മുടെ ഇടയിലെ കാരമില്ലാത്ത ഉപ്പും വെളിച്ചമല്ലാത്ത അന്ധകാരമായിരിക്കുന്ന ആളും യോഗം കഴിഞ്ഞിട്ട് അടുത്തോട്ട് ചെല്ലും. और जो हमारे बीच में से नमकीन ही निकला हुआ वो नमक, और जिसके अंदर में कोई उजियाला नहीं है, उस तरह की ज्योति हमारे पास में आएंगे. എന്തോ അതിന്റെ പ്രശ്നം? क्या है समस्या आपकी? 3 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. 3 साल का अनुभव प्रमाण पत्र चाहिए, मैं जुगाड़ कर दूंगा. ഒന്നും പേടിക്കണ്ട. घबराने की कोई जरूरत नहीं. വേണേ 2 വാക്കുകൂടെ അതിന്റെ കൂടെ ചേർന്ന് പറ. और उसके साथ ही साथ 2 और अच्छे सांत्वना के शब्द उसे हम दे देंगे എന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്നു. कि परमेश्वर तुझे यहाँ लेके आया. ഞാൻ ഇന്ന് വരാനിരുന്നല്ല, मैं आज यहाँ आने नहीं वाला था, നിനക്ക് വേണ്ടി ഞാൻ വന്ന. मैं तेरे लिए ही आया. വെളിച്ചം ഇരുട്ടും നമ്മ ഇടിച്ചു. अब ये देखिए, जो ज्योति है और अंधकार है, ये दोनों का आमना सामना हुआ. അവൻ നിഷ്കളങ്കനായ മനുഷ്യനാ. ये निर्दोष व्यक्ति है. അവൻ പറയുന്ന ജോലിക്ക് തടസ്സമുണ്ട്, അവന് കള്ളത്തരം കാണിക്കാൻ താല്പര്യമില്ല, പക്ഷെ അന്ധകാരം കേറി പിടിക്കുക. वो निर्दोष आदमी है, निष्कलंक आदमी है, वो गलत नहीं करना चाहता, उसने अपनी हकीकत बता दिया, लेकिन अंधकार को देखो, वो उसको अपने आलिंगन में ले रहा है. അവനോട് പറയും, എടാ ആരുണ്ട് നീ എന്തോ ഈ സത്യത്തിന് കാര്യം എന്തോ നീ പറയുന്ന? ആരെയും ദ്രോഹിക്കാത്ത അസത്യങ്ങൾ കൊണ്ട് ഒരു പ്രശ്നമില്ല. വൈറ്റ് ലൈസ്. और क्या मतलब है ऐसा सफेद झूठ बोलने में जिसमें किसी को कोई तकलीफ ना हो, तो करने में क्या गुरेज है? അവനെ കൺവിൻസ് ചെയ്യും. और उसको इस तरीके से कन्विंस करेगा. ബൈബിളിലും ഇല്ലേടാ അബ്രഹാമിന്റെ ദാവീദിന്റെ ഒക്കെ ചരിത്രം? ദൈവം ഉപയോഗിച്ചതല്ലേ അവരെ? और बाइबल में भी वो निकाल के दिखाएगा, अब्राहम और दाऊद की बातें कहेगा कि यहोवा ने उनका भी तो इस्तेमाल किया. പിന്നെ ശാപ്പാട് പ്രിയനാണ്. ഒരു കാര്യം കൂടെ പറയും,
और अगर वो भोजन प्रिय व्यक्ति होगा तो एक और बात कहेगा, എന്റെ ഫസ്റ്റ് ശമ്പളം വരുമ്പോ ഒരു മട്ടൻ ബിരിയാണി എല്ലാവർക്കും കൊടുത്തേക്കണം കേട്ടോ. पहली तनख्वाह जब आएगी तो मटन बिरयानी की पार्टी दे देना। കാരണം പുള്ളിക്ക് മട്ടൻ ബിരിയാണി കഴിക്കാൻ കുറെ നാളുകൊണ്ട് ആഗ്രഹിക്കുക, വെളി കൊണ്ട് കാശ് കൊടുക്കാതെ ഇവിടെ കിട്ടുമല്ലോ. എല്ലാം ഒരു ഡീൽ, എല്ലാം ഒരു ഡീൽ. सब एक डील है क्योंकि उसको खुद को खाना है मटन बिरयानी, इसलिए। ഈ വ്യക്തി അടുത്ത ഞായറാഴ്ച സാക്ഷ്യം പറയാൻ എഴുന്നേക്കും. और यही व्यक्ति जो है अगले सप्ताह इतवार के दिन गवाही देने के लिए उठ खड़ा होगा സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. कि कलीसिया ने मेरे लिए प्रार्थना किया और परमेश्वर ने बड़ा चमत्कार किया, ദൈവം വളഞ്ഞ വഴികളെല്ലാം നേരെയാക്കി. कि परमेश्वर ने जितने टेढ़े मेढ़े रास्ते थे उनको सीधा कर दिया। ആരാ ഇവിടെ വളഞ്ഞേ? कौन था टेढ़ा मेढ़ा? നമ്മുടെ വിശ്വാസി വളഞ്ഞു. हमारा जो विश्वासी है वो टेढ़ा मेढ़ा था। ടോർച്ച് അടിച്ചാൽ അവൻ മൊത്തം അന്ധകാരത്തിലായി. जब टॉर्च जलाया गया तो वो पूरे अंधकार में डूबा हुआ है, അവന്റെ ഉപ്പിന്റെ കാര്യവും പോയി. और उसके जो नमक की नमकीने है वो खत्म हो പക്ഷെ गई। അവനെ വിശ്വസിപ്പിച്ചു, ദൈവം നിന്നോട് മൗത്തം എടുത്തോളൂ, നല്ല ജോലിയല്ലേടാ, പിടിച്ചു നിന്നോടാ. लेकिन उसे शब्दों में लपेट करके ऐसा एहसास दिला दिया कि परमेश्वर ही उसके साथ में है। പക്ഷെ ആ 5-ാം അധ്യായം എഫേസ്യ ലേഖനം 11-ാം വാക്യം തീർന്നിട്ടില്ല. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളോട് കൂട്ടാളികളാകരുതെന്ന് മാത്രമല്ല പറയുന്നേ, ഒരു കാര്യം കൂടെ പറയുന്നു. और वहां 11वें अध्याय में कि अंधकार के निष्फल कामों में सहभागी नहीं होना, केवल इतना नहीं कहा है, उसके साथ एक और बात कही है, അവയെ ശാസിക്കുക അത്ര വേണ്ടത്. वरन उन पर उलाहना दो। ശാസിക്കാന്ന് പറയുമ്പോ നമുക്ക് ഒരു ശാസനേ അറിയത്തുള്ളൂ. और जब उलाहना देने की बात आती है तो हम एक ही उलाहना जानते हैं। ജോലിക്കെതിരെ നിൽക്കുന്ന ശക്തിയെ ശാസിക്കുന്നതും വീടിന്റെ പണിക്കെതിരെ നിൽക്കുന്ന ശക്തിയെ ശാസിക്കുന്നതുമേ നമുക്കറിയത്തുള്ളൂ. हमारे नौकरी के खिलाफ जो शक्तियां हैं उसको उलाहना देना हो, या हमारे घर के इर्द गिर्द में जो आशीष के खिलाफ शक्तियां हैं उसको उलाहना देना है तो हम कर सकते हैं। പക്ഷേ സത്യം അസത്യങ്ങളെയും അനീതിയെയും ദുർഗുണങ്ങളെയും ശാസിക്കണം. लेकिन जितने असत्य हैं, अधर्म के काम हैं, और ऐसे जितने बुरे निष्फल काम हैं, इन सबको उलाहना देना ഈ है। ശാസിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? और ये उलाहना देने का क्या मतलब है? നമ്മളെ മുറിക്കാത്തിരുന്നോണ്ട് അവന്റെ ജോലി ശാസിക്കുന്നു, അല്ല അല്ല അല്ല, അതല്ല. और हम घर में के अंदर बैठ करके उसकी नौकरी के प्रति उलाहना दें, ऐसा नहीं है। ഇംഗ്ലീഷ് പരിഭാഷ വായിച്ചാൽ ക്ലിയറാ ഈ ശാസിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ. और अंग्रेजी अनुवाद में आप पढ़ोगे तो आपको स्पष्ट हो जाएगा उलाहना देने का क्या मतलब है। Don't be partners with them, rather expose them. और वहां लिखा कि उनके सहभागी नहीं बनना है, वरन उनके काले कामों को उजागर करिए। എന്ന് പറഞ്ഞാൽ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയവന്റെ വീട്ടിൽ പോയി പറയണം, ഇത് ദൈവം തന്നതല്ല, ഇത് പിശാചാ. ये झूठ है। प्रमाण पत्र बनाने वाले के घर जाकर के उसके मुंह पर कहिए कि ये परमेश्वर की ओर से किया गया काम नहीं, वरन अंधकार के हाकिम शैतान का काम है। ആ വീട്ടിൽ നിന്ന് സേമിയ പായസം കിട്ടുമോ? आपको क्या उस घर से खीर मिलेगा उस दिन? ആ വീട്ടിൽ നിന്ന് നല്ല തടിയോടെ ഇറങ്ങി വരണമെങ്കിൽ കൃപ ഈ പറഞ്ഞ പോലെ വേണം. और यदि उस घर से आसानी से निकल के आना है तो एक अलग अभिषेक उसके लिए होना चाहिए। സത്യങ്ങൾ ഭയങ്കര സംഘർഷം ഉണ്ടാക്കുന്ന. सत्य जो होता है उसमें संघर्ष बहुत होता है। നിങ്ങൾ ഈ ഭൂമിയുടെ ഉപ്പ, तुम इस पृथ्वी के नमक हो, മുറിവിനെ ശുദ്ധീകരിക്കുന്ന ഉപ്പ്, ഭയങ്കര വേദന ഉണ്ടാക്കുന്ന. और ये नमक जो घाव में एक सुकून देता है। നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. और आप इस जगत की ज्योति हो। നിങ്ങളുടെ സൽഗുണങ്ങൾ കൊണ്ട് നിങ്ങൾ ടോർച്ച് അടിക്കണം എല്ലാരും. कि आप अपने भले कामों के द्वारा उस ज्योति पुंज को सबकी ओर मुखातिब करें। അതാ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന 5-ന്റെ 16 വാക്യം, എന്താണ് ആ ഗ്രീൻ ബോർഡിലുള്ള വാക്യം. और वो हरे बोर्ड में आप देखिए मत्ती 5:16 के अंदर में वही लिखा हुआ है, Let your light shine before others, कि तुम्हारा उजियाला मनुष्यों के सामने चमके, they may see your good deeds and glorify Father. कि वे तुम्हारे भले कामों को देखकर तुम्हारे पिता की जो स्वर्ग में है बड़ाई करें। ആത്മീയ ജീവിതം, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ കൈയടിച്ച് കുറെ നേരം ഇരുന്നിട്ട് പോകുന്നതല്ല, ഇതൊരു ദൗത്യത്തിന് വേണ്ടിയുള്ള വിളിയാണ്.
और आत्मिक जीवन बोले तो थोड़ी देर आकर के ताली बजा करके चले जाने का जीवन नहीं है अजीजों, लेकिन ये एक जिम्मेदारी का जीवन है। ഇത് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അന്യഭാഷ കിട്ടി, ദശാംശം കൊടുത്തു, കർത്തൃമേശ എടുത്തു, ഇനി സ്വർഗത്തിൽ ഒരു സീറ്റും എനിക്കുണ്ട്, ഞാൻ എന്റെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ, അതല്ല ഇത്. और ये हकीकत में ऐसा नहीं है कि आपने उद्धार पा लिया, बपतिस्मा ले लिया और कलीसिया में आ गए, प्रभु भोज में शामिल हो गए, सब कुछ ये समाप्त हो गया, स्वर्ग में एक जगह, ये नहीं है मेरे अजीजों हकीकत. ഈ ഭോപ്പാലിലുള്ള 55,777 ഗ്രാമങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഉപ്പിനെയും വെളിച്ചത്തെയും നോക്കിയാ. और इस मध्य प्रदेश के 55,700 से भी ज्यादा गांव जो प्रतीक्षा कर रहे हैं हम और आप जैसे लोग जो नमक हैं वहां तक पहुंचने पाए. ഇത് നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ, यदि हमसे ये नहीं हो पा रहा है, എനിക്ക് ഇവിടെ വന്ന് ഉപ്പും വെളിച്ചവുമായി തീരാൻ കഴിയുന്നില്ല എങ്കിൽ, यदि मैं और आप यहां पर आने के बावजूद यदि हम नमक और ज्योति नहीं बन पा रहे എന്നെ हैं, ആക്കിയിരിക്കുന്ന സ്ഥാപനത്തിൽ എനിക്ക് വെളിച്ചവും ഉപ്പുമായി തീരാൻ കഴിയുന്നില്ല എങ്കിൽ, मैं जिस कार्य क्षेत्र में हूं वहां यदि मैं एक नमक या ज्योति नहीं बन पा रहा हूं, ഞാൻ കുറെ കഴിക്കും, मैं थोड़ा तो खाऊंगा, ഞാൻ കുറെ ഉറങ്ങും, थोड़ा सोऊंगा, ഞാൻ ചിന്തിക്കുന്നത് യേശു എന്റെ പോക്കറ്റിലുണ്ടെന്നാ. और मुझे ऐसा लगता है जैसे यीशु मेरे जेब में है. പക്ഷെ ആ ദിവസം യേശുവിൽ നിന്ന് കേൾക്കാം, യു ആർ നോട്ട് ലൈക്ക് മീ, लेकिन നോ ലൈറ്റ് ഇൻ യു. लेकिन उस दिन उसके मुंह से हम ये सुन पाएंगे कि तुम मेरे समान नहीं, तुम्हारे अंदर में वो ज्योति नहीं, उजियाला नहीं. യേശുവിന്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കും. നിങ്ങളെല്ലാം ബൈബിൾ അടച്ചു വെക്കാം, അടുത്തത് കേട്ടാ മതി 2 മിനിറ്റ്, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. आप लोग अपनी बाइबलों को बंद करें 2 मिनट और उसके बाद में हम मिलकर के प्रार्थना में യേശുവിന്റെ जाएंगे. ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ചോയ്സസ് പറഞ്ഞുകൊണ്ടാണ്. और यीशु मसीह अपने इस प्रचार की समाप्ति जो है कुछ चुनिंदा बातों को रख करके करते हैं. Choices is not between believers and unbelievers. Choices is between true believers and fake believers. और ये जो चुनाव होता है वो एक सच्चे विश्वासी और एक दूसरे विश्वासी के बीच में होता है. യേശു പറയുക 2 വഴികളുണ്ട്. यीशु कहते हैं कि 2 मार्ग हैं, ഒന്ന് വാതിൽ ഇടുക്കമുള്ളത്, വഴി ഞെരുക്കമുള്ളത്. और एक मार्ग ऐसा है जो सकरा है और कम उसके अंदर में दायरा है. മറ്റേത് വാതിൽ വിശാലമാണ്, വഴിയും വിശാലമാണ്. और दूसरा जो मार्ग है जिसका दरवाजा भी बड़ा चौड़ा है और वो मार्ग भी बहुत चौड़ा പക്ഷേ है, ഈ വിശാല വഴിയിൽ സത്യമില്ല, നീതിയില്ല, സൽഗുണമില്ല. लेकिन उस रास्ते में भलाई नहीं है और अच्छे काम नहीं है और सत्य भी नहीं है, धार्मिकता नहीं है. ഈ വഴിയിൽ സ്നാനമുണ്ട്, इस मार्ग में बपतिस्मा जरूर है, അന്യഭാഷയുണ്ട്, अन्य भाषा भी है, ഹീലിംഗ് ഉണ്ട്, छंगाई भी है കാസ്റ്റിംഗ് ഔട്ട് ഓഫ് ഡീമൺസും ഉണ്ട്. और अशुद्ध आत्माओं का बाहर किया जाना भी പക്ഷേ है. ഇതിന്റെ അവസാന നാശമാണ്. लेकिन इसका जो अंत फल है वो नाश के गड्ढे में है. ഞെരുക്കമുള്ള വഴിയിൽ സത്യമുണ്ട്, लेकिन सकरा जो मार्ग है उसमें सत्य है, അവിടെ സൽഗുണമുണ്ട്. वहां पर अच्छे काम है, भलाई है. അതുവഴി കടക്കുന്നവർ ചുരുക്കമാണ്. और उस मार्ग से बहुत ही कम लोग जा അവർ पाएंगे. ഉപ്പാണ്, वे नमक हैं, അവർ വെളിച്ചമാണ്, वे ज्योति हैं അവർ എക്സ്പോസ് ചെയ്യുന്നവരാണ്. और वे बातों को उजागर करने वाले हैं. കൂട്ടാളികളല്ലാത്തവർ മാത്രമല്ല, അവർ ടോർച്ച് അടിക്കുന്നവരാണ്. वो ना केवल सहभागी बनने वाले वरन वो टॉर्च के उजियाले में उजागर करने वाले लोग भी അവർ हैं. ഫ്ലേവറിംഗ് സോൾട്ട് മാത്രമല്ല, പ്യൂരിഫൈയിങ് സോൾട്ടുമാണ്. और वो न केवल स्वाद बढ़ाने वाले वरन वो एक शुद्धिकरण करने वाले भी हैं. എന്നിട്ട് 7:14 മുതൽ യേശു പറയാ 2 തരത്തിലുള്ള വൃക്ഷങ്ങളുണ്ട്. और 7 के 14 के अंतर्गत यीशु मसीह कहते हैं कि 2 तरह के पेड़ होते हैं രണ്ടും വിശ്വാസിയാ, और दोनों विश्वासी हैं രണ്ടും രക്ഷിക്കപ്പെട്ടെന്ന് അവകാശപ്പെടുന്നു. और दोनों ये हक जताते हैं कि हम उद्धार पाए हुए हैं. പക്ഷെ ഒന്നിന് ഫലമുണ്ട്, ഒന്നിന് ഫലമില്ല. लेकिन एक में फल है, एक में फल नहीं है. ഏതാ ഫലം? अब कौन सा फल? നീതി, धार्मिक, സത്യം, सत्य, സൽഗുണം. भलाई. മറ്റേത്തിലും ഫലമുണ്ട്. ഏത് ഫലം? അന്യഭാഷ ഫലമുണ്ട്, രോഗസൗഖ്യ ഫലമുണ്ട്, പ്രവചന ഫലമുണ്ട്. യേശു പറയാണ് ഇതിനെ വെട്ടി തീയിലിടും. और दूसरे में भी फल है, भविष्यवाणी है, चंगाई है, इस तरह की बात. लेकिन यीशु कहता है कि इसे काट करके आग में डाल दिया जाए. ന്യായവിധി ദിവസം നിൽക്കുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവോടെ നീതിയും സത്യവും സ്നേഹവും ആന്തരിക രൂപാന്തരത്തിൽ വിശ്വസിച്ച് ലോകത്തിന്റെ വെളിച്ചവും ഭൂമിയുടെ ഉപ്പായി നിരുന്നവർ നിൽക്കും. ആ ഫലം നിൽക്കും. और जिसके अंदर में इस तरह के धार्मिकता,
भलाई और सत्य की आत्मा होगी, वे ही संसार में एक ज्योति के रूप में, एक नमक के रूप में कायम रहेंगे। എന്നിട്ട് യേശു പറയുക രണ്ട് തരത്തിലുള്ള കൺഫെഷൻസ് ഉണ്ട്. और यीशु मसीह कहते हैं कि दो तरह की स्वीकारोक्ति होगी, രണ്ട് വഴിയുണ്ട്, രണ്ട് മരമുണ്ട്, രണ്ട് കൺഫെഷൻ ഉണ്ട്. दो तरह के रास्ते हैं, दो तरह के पेड़ हैं और दो तरह की स्वीकारोक्ति है। ഇതിൽ ഒരു ഗ്രൂപ്പ് ലോർഡ് ലോർഡ് എന്ന് വിളിക്കുന്നുണ്ട്, പക്ഷേ യേശു പറയുന്നത് പോലെ ജീവിക്കുന്നില്ല. इसमें से एक जो समूह है वो हे प्रभु तो कह रहे हैं, लेकिन वो उसके अनुसार करते नहीं है। പക്ഷേ മറ്റേ ഗ്രൂപ്പിൽ ലോർഡ് ലോർഡ് എന്ന് പറയുന്നു, they obey what Jesus said. और दूसरा एक समूह है जो हे प्रभु कहते ही नहीं, वरन प्रभु जो कहता है वैसा करते भी ഈ हैं। പ്രസംഗത്തിന്റെ ഏറ്റവും അവസാനം യേശു പറയുന്നത് രണ്ട് തരത്തിലുള്ള കെട്ടിടമുണ്ട്. और इस प्रचार के अंत में यीशु मसीह दो तरह के भवनों का जिक्र करते हैं। ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാം ക്രിസ്തീയ ജീവിതം ഒരു കെട്ടിടം പണി പോലാണ്. और आपका जो जीवन है वो एक भवन की तरह है। സ്നാനപ്പെട്ടതും അന്യഭാഷ പറയുന്നതും എല്ലാം മനുഷ്യർ കാണുന്ന വെളിയിലുള്ള കെട്ടിടമാണ്. और ये जो बपतिस्मा लेना, अन्य भाषा बोलना, ये सब बाहरी आवरण को दिखाता है। പക്ഷേ യേശു പറയുന്നു ഒരു കെട്ടിടത്തിന് അടിസ്ഥാനം ഉണ്ട്, ഒരെണ്ണത്തിന് അടിസ്ഥാനമില്ല. കാണാത്തൊരു കാര്യം. यीशु मसीह कहते हैं कि एक भवन या एक घर जिसकी एक बुनियाद है, दूसरे की नहीं है, एक ऐसी चीज जो दिखाई नहीं देती। എന്താ ഈ കാണാത്ത അടിസ്ഥാനം? और ये जो दिखाई नहीं देती वो बुनियाद क्या है? എന്റെ നീതിബോധം, कि मेरे अंदर में उस भलाई का जो ज्ञान है, എന്റെ സത്യസന്ധത, और मेरे अंदर में जो सत्य है, എന്റെ ഇന്റഗ്രിറ്റി, और मेरे अंदर की जो इंटेग्रिटी है, ക്രൈസ്റ്റ് ലൈക്നെസ്, कि मसीह के सम स्वभाव में, ട്രൂത്ത്ഫുൾനെസ് ഇൻ മൈന്യൂട്ട് തിങ്സ്. और हर छोटी बात के अंदर में पूरी ईमानदारी जिसमें झलकती है। യേശു പറയുക വിശ്വാസി എല്ലാം പണിഞ്ഞു വെച്ചിരിക്കുക, പക്ഷേ ന്യായവിധി ദിവസം അടിസ്ഥാനമില്ലാത്ത ബിൽഡിംഗ് താഴെ വീഴും. सब यीशु कहता है कि सबने बना रखा है, लेकिन साफ शब्दों में कहा जिसकी बुनियाद नहीं है वे सब धाराशायी हो जाएंगे। വൻമഴ പെയ്തു, നദികൾ പൊങ്ങി. ഇത് കാണിക്കുന്നത് രോഗത്തെക്കുറിച്ചല്ല, അവസാന ദിവസം ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്ന ന്യായവിധിയെ കാണിക്കുന്ന പരാമർശങ്ങളാ. വൻമഴ പെയ്യുന്നത് പോലെയാ, നദികൾ പൊങ്ങുന്ന പോലെയാ. അന്ന് ദൈവം വാഗം നിൽക്കണമെങ്കിൽ നീതിയും സത്യവും സമാധാനവും ക്രൈസ്റ്റ് ലൈക്നെസ് നമ്മളിൽ ഇന്ന് വേണം. और वचन के आधार पर जब वो बड़ी बारिश होगी, नदियां उफान होगी, वो एक न्याय का दिन होगा, उस समय परमेश्वर यही चाहता है कि हमारे अंदर में वो धार्मिकता हो, वो भलाई हो और वो सत्य भी हो। Preaching is dangerous. प्रचार करना खतरनाक It है, is dangerous for the preacher, it is dangerous for the listeners. और वो प्रचारक के लिए भी उतना ही खतरनाक है जितना श्रोता के लिए खतरनाक है। If I added to scriptures in the last 4 session, I am in danger zone. यदि मैंने इसमें कुछ जबरदस्ती जोड़ा है तो मैं वास्तव में खतरनाक हूं इस बात के लिए। But if you heard the true gospel, then you are in danger zone. लेकिन यदि आपने इस सत्य सुसमाचार को सुना है तो आप भी उसी खतरे के दायरे में हैं। നമുക്ക് മാനസാന്തരപ്പെട്ടിട്ട് ഇതിനകത്തുനിന്ന് വെളിയിൽ പോവാം. और हम एक मन फिराव के साथ यहाँ से बाहर जाएं। എന്തിനിൽ നിന്ന് മാനസാന്തരപ്പെടണം? किन बातों से मन फिराना है? ഒരു നോമിനൽ ബിലീവറിൽ നിന്നും റിയൽ ഡിസൈപ്പിൾ ആക്കി എന്നെ മാറ്റണം. एक साधारण विश्वासी से हम लोग मन फिरा करके एक सच्चे विश्वासी के रूप में, एक चेले के रूप में हम खड़े ഈ हों। മധ്യപ്രദേശിനെ ഓർത്ത് കരയാൻ, എൻ്റെ കുഞ്ഞുങ്ങളെ മാത്രം ഓർത്ത് കരയാനല്ല, മധ്യപ്രദേശിനെ ഓർത്ത് വെളിച്ചം വീശാൻ ആഗ്രഹമുള്ള ഒരു കരച്ചിലോടെ നമുക്ക് ഇതിനകത്തുനിന്ന് പോവാം. मध्य प्रदेश के लिए अपने हृदय की गहराई से रोने की इच्छा रखने वाला केवल अपने मन के अंदर में उस भाव के साथ में रहे। നമുക്കൊരു പ്രാർത്ഥനയോട് പോകാം. നമ്മുടെ ജീവിതം കൊണ്ട് സ്വർഗരാജ്യത്തിന്റെ വാതിൽ അടയ്ക്കപ്പെടാതെ ഇത് വിശാലമായി തുറന്ന് അനേകർ നമ്മുടെ ഫാമിലി ലൈഫ് കണ്ട്, നമ്മുടെ ഇന്റഗ്രിറ്റി കണ്ട്, നിങ്ങൾ സേവിക്കുന്ന യേശുവിനെ ഞങ്ങൾക്കും വേണം, നമ്മുടെ കാറ് കണ്ടോണ്ടല്ല, നമ്മുടെ സത്യബോധം കണ്ട് അവർ ദൈവസഭയിൽ വരട്ടെ. और हम लोग एक और प्रार्थना करके यहाँ से निकल करके जाएं कि हमारे अपने व्यक्तिगत जीवन के द्वारा, हमारे पारिवारिक जीवन के द्वारा हम परमेश्वर के स्वर्ग राज का जो दरवाजा है उसको बंद करने वाले नहीं, वरन हम उसे खोल करके लोगों को आमंत्रित करने वाले बने, ताकि हमारे जिंदगी में उन बड़ी बड़ी गाड़ियों को देख करके नहीं,
लेकिन हमारे उस जीवन के प्रभाव में आकर के लोग यीशु मसीह के चरणों में आने पाए। തീരുമാനം എടുക്കുന്നെങ്കിൽ ഒരു കാര്യം ഗ്യാരണ്ടി ആയിട്ട് ഞാൻ പറയാം, പ്രശ്നം കുറയത്തില്ല, പ്രശ്നം കൂടും, പ്രശ്നം और കൂടും. ये बात मैं आपको ठोस रीति से कह दूं, इससे आपकी समस्या कम नहीं होगी, वरन समस्या और गंभीर हो सकती है। പക്ഷെ ഒരു കാര്യമുണ്ട്, ഉറപ്പിന് लेकिन एक बात जरूर है कि एक दृढ़ता जरूर है കർത്താവ് ചേർക്കാൻ വരുന്നത് വിശുദ്ധമായ മണവാട്ടിയാണ്. कि प्रभु यीशु मसीह जिन्हें लेकर के जाने के लिए आने वाला है, वो उस अपनी पवित्र दुल्हन को ले जाने के लिए। സ്നാനപ്പെട്ടവരെ നോക്കി ഒരു സർട്ടിഫിക്കറ്റ് വെച്ചല്ല അങ്ങോട്ട് കൊണ്ടുവന്നേ. और बपतिस्मा का प्रमाण पत्र देख करके ले जाने के लिए नहीं आने वाला है। വിശുദ്ധിയൻ വസ്ത്രാലങ്കാരത്തോടെ, വിശുദ്ധിയൻ അലങ്കാര പുടവ ധരിച്ചുകൊണ്ട് മണവാട്ടി ഒരുങ്ങി നിൽക്കുന്ന ആ നിമിഷം, और उस पवित्रता के साथ में उस दुल्हन रूपी वस्त्र को पहन करके जो तैयार होंगे, उनको लेने के लिए जो आने वाला, उसके साथ हम ഈ 2 ദിവസത്തെ കൺവെൻഷൻ യോഗങ്ങൾ ആ വിശുദ്ധിയുടെ വസ്ത്രം ധരിപ്പാനായി എവിടെങ്കിലും കറ പറ്റിയെങ്കിൽ അതിനെ ഒന്ന് മാറ്റി വിശുദ്ധമായി നിഷ്കളങ്കമായി ദൈവഭാഗം നിൽക്കാൻ ഉതകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. और उस वस्त्र में अगर कहीं पे भी दाग या धब्बे लगे हैं, उस दाग धब्बे को छुड़ाने की चेष्टा करते हुए हम परमेश्वर की हुजूरी में बने रहें। ഒരു നിമിഷം നമ്മുടെ തലകളെ ദൈവസ്ഥനിൽ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. एक पल हम अपने सरों को परमेश्वर की हुजूरी में झुकाएंगे, अपनी आंखों को बंद करेंगे। എല്ലാവരും അധരങ്ങളെ തുറന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു നിമിഷം. और यहाँ जितने बैठे हुए हैं, सब अपने मुंह को खोल करके एक पल के लिए हम परमेश्वर से प्रार्थना കർത്താവേ, करें ഇതുപോലെ ജീവിപ്പാനുള്ള ആത്മശക്തി ഞങ്ങളുടെ മേൽ പകരണമേ. कि हे प्रभु, इस तरह का जीवन जीने की जो सामर्थ्य है वो हमारे ऊपर में उंडेलिए प्रभु। ഞങ്ങളെ ഭൂമിയുടെ വെളിച്ചമാക്കണമേ കർത്താവേ. हम प्रार्थना करें कि हे प्रभु, आप हमें इस संसार की ज्योति बनाइए। ഞങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ വെളിച്ചവുമാക്കി ഞങ്ങളെ മാറ്റണമേ. हे परमेश्वर, आप हमें इस पृथ्वी का नमक और इस जगत की ज्योति के रूप में परिवर्तित करिए। ഞങ്ങളിലെ കപടതകളെ നമ്മൾ മാറ്റുവാൻ കർത്താവിന്റെ കൃപ നൽകണമേ. और परमेश्वर, हमारे ऊपर में अनुग्रह करिए ताकि हमारे अंदर में जितना छल कपट है वो बाहर हो जाए। യേശു വെളിച്ചമായിരുന്നതുപോലെ ഈ തലമുറയിൽ ഞങ്ങളെ और വെളിച്ചമാക്കണമേ. जिस तरीके से यीशु मसीह अपनी पीढ़ी में एक ज्योति के रूप में कायम रहा, वैसे इस पीढ़ी में हमें भी एक ज्योति का प्रारूप बनाइए प्रभु। ഇരുട്ടിൽ വെളിച്ചം ശോഭിക്കുവാൻ സഹായിക്കണമേ കർത്താവേ. और इस अंधकार के ऊपर में ज्योति उदय होने की सहायता आप करिए परमेश्वर। ഞങ്ങളുടെ സഭകൾ വെളിച്ചത്തിന്റെ ഗോപുരങ്ങളാക്കി മാറുവാൻ കർത്താവ് സഹായിക്കണമേ. हमारी कलीसियाएं जो है वो ज्योति का गुंबद बन जाए परमेश्वर इन दिनों में। ദൈവത്തെ അറിയാത്തവർ ഞങ്ങളുടെ ചർച്ചുകളിൽ ഓടി വന്ന് ഇവിടെ വെളിച്ചമുണ്ട്, ഇവിടെ സത്യമുണ്ട്, ഇവിടെ ജീവനുള്ള ദൈവമുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ ദൈവത്തിന്റെ വലിയ ശക്തി ഞങ്ങളുടെ സഭകളിൽ और ഉണ്ടാകണം. संसार के कई ऐसे लोग जो परमेश्वर से अनजान अनभिज्ञ हैं, उस ज्योति को देख करके उस नमक के स्वाद के कारण कलीसियाओं के अंदर में आने पाए, ताकि उस सच्चे परमेश्वर की वे भी इबादत करने पाए। പ്രിയ ദൈവമക്കൾ, എത്ര പേര് വിശ്വസിക്കുന്നു നമ്മുടെ സഭകൾ വരുന്ന ദിവസങ്ങളിൽ വളരുവാൻ പോകുക എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? कितने लोग विश्वास करते हैं कि आने वाले बिल्कुल चंद दिनों के अंदर में हमारी कलीसियाएं भरने जा रही है परमेश्वर आत्मा से भरने जा रहा है। സത്യത്തിന്റെ ഒരു പണി ഭോപ്പാലിൽ ദൈവം തുടങ്ങട്ടെ. इस भोपाल शहर के अंदर में एक सत्य की बुनियाद का कार्य शुरू होने पाए। പാതാള ഗോപുരങ്ങളെ കീഴ്പ്പെടുത്തുന്ന ഒരു അഭിഷേകം സത്യത്താൽ ദൈവത്തിന്റെ സഭയിലേക്ക് ദൈവം അയക്കട്ടെ. अधोलोक के फाटकों के ऊपर में फतह पाने का जो वरदान है, वो भोपाल की कलीसियाओं के अंदर में ऐसी सामर्थ्य उतरने दे परमेश्वर। ഈ സഭകളിൽ നിന്ന് യൗവനക്കാരുടെ ഒരു സംഘത്തെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. और इस कलीसियाओं के झुंड में से नौजवान लोगों का एक अलग समूह उठ करके खड़ा होने दीजिए। സുവിശേഷത്തിന്റെ ആത്മാവിനാൽ പിടിക്കപ്പെട്ട ചെറുപ്പക്കാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. और सुसमाचार के प्रभाव में आए हुए नौजवान युवक और युवतियों को आप खड़ा करिए परमेश्वर। ദൈവത്തിന്റെ നാമം മഹത്വം